എങ്ങനെയാണ് ഇതിനെ ഒന്ന് തരണം ചെയ്യുക എന്നുള്ളതാണ്. ആമേൻ, നമ്മുടെ എല്ലാം ഭാരം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഇന്നിന്റെ സാഹചര്യത്തെ ആമേൻ അതിജീവിക്കുക, എങ്ങനെയാണ് ഞാൻ ഇന്നിന്റെ സാഹചര്യത്തെ ജയിക്കുക എന്നുള്ളതാണ് ആമേൻ ഇന്ന് നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ സ്വർഗം പറയുക, ഇവിടെ ഒരു ഭക്തൻ പാടുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഓടി അകലും ഈ മറിയാനും എങ്ങനെ ഞാൻ തരണം ചെയ്യും, ആമേൻ, എങ്ങനെ ഞാൻ നിന്റെ പൊന്നുമുഖം കാണും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തളത്തിൽ ഒരു പ്രത്യാശ വർദ്ധിക്കട്ടെ. ആമേൻ. ദൈവാത്മാവ് അതിനായി നമ്മ എല്ലാവരും ഒരുപോലെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ആമേൻ. വലിയ ദൈവകൃപ ആമേൻ ദൈവാത്മാവ് ഇതിനകത്ത് പകരുന്നുണ്ട്. ചിലരൊരു മേജർ ഷിഫ്റ്റിംഗിലേക്ക് ദൈവാത്മാവ് ആമേൻ കയറ്റാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതൊരു അസാധാരണ മേഖലയല്ല. ആമേൻ. അതൊരു ആമേൻ സാധാരണ മേഖലയല്ല, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്. ഹല്ലേലൂയ. അതിന് ദൈവം ചിലർ ആമേൻ ഹല്ലേലൂയ സേഫ് സോണുകളെ ആമേൻ ദൈവം പൊട്ടിച്ചു മാറ്റും. ഹല്ലേലൂയ. ഇന്നലെ വരെ കമ്പോർട്ടാണ് എന്ന് പറഞ്ഞ ആമേൻ ഹല്ലേലൂയ ആ സാഹചര്യത്തെ ദൈവം അങ്ങ് വലിച്ചു മാറ്റും. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ചില ഏരിയകൾക്കകത്ത് ഞങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഞങ്ങൾ ഇത് സേഫാണെന്ന് കരുതിയ പലതും ആമേൻ ദൈവാത്മാവ് അടർത്തു മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ആമേൻ നമുക്കൊരു ഷിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു തലത്തിലേക്ക് കയറണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ആമേൻ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ചില ആമേൻ ഇന്നലെ വരെ കംഫർട്ടായിട്ട് നിന്ന ആമേൻ ചില സാധ്യതകൾക്കകത്തും ദൈവം നമ്മെ മാറ്റിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവിക പദ്ധതിയാണ്. അതിനകത്ത് ഉടയണ്ട, അതിനകത്ത് നിരാശപ്പെടണ്ട. ദൈവമാന്യമായ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. റൈറ്റിലി പ്രകതുരിയർധന അന്തരാജൂനകതുരിയർധനാദിരി ജനകൽഗസിയ അർധരേരഗദിരി രിഗരകൽഗസിയർധന ആമേ സോബി ജോയ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയെ ദൈവാത്മാവ് പറയുക കേട്ടോ. ആമേ നിന്റെ സേഫ് ആയിട്ടുള്ള ചില സോണുകളെ ആമേ ദൈവം ഉടച്ചു മാറ്റുന്നത് എന്തിനാണെന്നറിയാമോ? ആമേ നിന്നെ അടുത്തൊരു തലത്തിലേക്ക് ദൈവത്തിന് മൂവ് ചെയ്യാൻ പദ്ധതിയുള്ളത് കൊണ്ട്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാവ് പറയുക ആമേൻ ഹല്ലേലൂയ. നീ ഇന്ന് ആശ്രയിക്കുന്നതിലത് ഇന്നലെ വരെ നിനക്ക് കംഫോർട്ടായി നിന്ന ചിലത് ആമേൻ നിന്നെ ഇത് അടർന്നു മാറുമോ നീ ഭാരപ്പെടണ്ട. ആമേൻ ദൈവം പറയുക അതൊരു മേജർ ഷിഫ്റ്റിംഗിന്റെ ആദ്യ പദ്ധതിയാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അടുത്തൊരു തലത്തിലേക്ക് കയറണമെന്ന് ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ട്. അവൻ അടുത്ത ശുശ്രൂഷയാണെങ്കിൽ അങ്ങനെ, ആത്മീയ ജീവിതമാണെങ്കിൽ അങ്ങനെ. അവൻ ഹല്ലേലൂയ അതിനകത്തെല്ലാം എനിക്ക് അടുത്തൊരു തലം കാണണം എന്ന് ആത്മാവി ജാഗരിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദേവകി അമ്മയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ആദ്യം കൈപൊക്കിയത് ദേവകി ആന്റിയുടെ കയ്യാ ഞാൻ കണ്ടത്. ഇത് എരിവാ മക്കളെ. ഹല്ലേലൂയ. ഇത് ദൈവം തരുന്നത്. കാലേബ് പറഞ്ഞൊരു കാര്യമില്ലേ, അവൻ ആ കാണുന്ന മല എനിക്ക് താ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ കാലേബ് പറഞ്ഞത് കാലേബിന്റെ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തേക്ക് നോക്കിയിട്ടല്ല ഈ വെല്ലുവിളി പറഞ്ഞത്. അവൻ ആദ്യം കൈ കണ്ടത് ദേവകി അമ്മയുടെ കയ്യാ. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ഒരു വാക്ക് പ്രവചിച്ചിടുകയോ ഏറ്റെടുത്തോ. അവൻ കാലേബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ മല നീ എനിക്കതോ അവൻ ഞാനതിനെ കീഴടക്കിക്കൊള്ളും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കാലേബിനപ്പോ ആമേൻ വയസ്സ് എത്രയാണെന്നറിയാമോ? ആമേൻ 85 വയസ്സുണ്ട്. ഹല്ലേലൂയ. 85 വയസ്സുള്ള കാലേബ് പറയുന്നതാണോ അതോ ഒരു 25-26 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ വാക്ക് പറയുന്നതാണോ നല്ലത്? ഒന്നോർത്തേ. ഹല്ലേലൂയ. കാലേബ് പറഞ്ഞ വാക്ക് ഒരു 30 വയസ്സിലുള്ള ഒരു യൗവനക്കാരൻ പറഞ്ഞായിരുന്നെങ്കിൽ അതിനകത്ത് കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നു. 26 വയസ്സുകാരൻ പറഞ്ഞായിരുന്നെങ്കിൽ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ലോകം സപ്പോർട്ട് ചെയ്തേനെ. ഹല്ലേലൂയ. അവൻ ലോകം മുഴുവൻ എടാ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഒന്ന് നിന്നാ മതി എന്ന് പറഞ്ഞാനേ. ഹല്ലേലൂയ. ആമേൻ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാ ഈ വാക്ക് വിളിച്ചു പറഞ്ഞതെങ്കിൽ ആമേൻ ചർച്ച കൂടെ നിന്നേനെ, സഭക്കാര് കൂടെ നിന്നേനെ, ആമേൻ ബാക്കിയുള്ളവരെല്ലാം ചേർത്ത് നിന്നേനെ. പക്ഷേ അവൻ ഇവിടെ പറഞ്ഞതാരാന്നറിയാമോ? 85 വയസ്സുള്ള കാലം പറയാ ആമേൻ ഹല്ലേലൂയ. ആമേൻ ആ കാണുന്ന മല എനിക്ക് താ. ഹല്ലേലൂയ. ആമേൻ പറയാ മോശെ എന്നെ വേർതിരിച്ച നാളുകളിലെ അതേ ശക്തി എനിക്കുണ്ട്. ആമേൻ ഈ ശക്തി എന്റെ എല്ലാരും നിങ്ങൾ നോക്കണ്ട.
ഹല്ലേലൂയ. എന്റെ ഈ മെലിഞ്ഞ ശരീരത്തിൽ നിങ്ങൾ നോക്കണ്ട. ഹല്ലേലൂയ. അറബഖതുനിയാർദന. ഇതെന്റെ ഉള്ളത്തിനകത്ത് തന്ന അവൻ ആത്മാവിന്റെ മനുഷ്യനായിട്ട് വിളിച്ചു പറയുന്നത്. ആത്മാവിന്റെ മനുഷ്യന് ചിലതൊക്കെ വിളിച്ചു പറയും കേട്ടോ. അവൻ ഹല്ലേലൂയ. ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും അവന്റെ ശരീരത്തേക്ക് ഒന്ന് നോക്കുന്നത്. കൊള്ളാലോ, ഞാൻ ഭയങ്കര വെല്ലുവിളി വിളിച്ചിട്ട് അവൻ എന്റെ ശരീരത്തിൽ യാതൊരു ശേഷിയില്ലെന്നൊന്ന് തോന്നിക്കാണും ഒരു പക്ഷേ ആത്മാവെന്നൊരു മനുഷ്യൻ നമ്മുടെ ഈ ജഡത്തിനകത്ത് വസിക്കുന്നുണ്ടെന്ന് അവൻ ഹല്ലേലൂയ ഒരു ചിന്ത നമുക്കെല്ലാം വരട്ടെ. അവൻ സാഹചര്യങ്ങളെ ചൊല്ലി ആരെങ്കിലും വിലപിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പറയാ, അത് നിർത്തിക്കോ, അത് നിർത്ത്. ആ കരച്ചിൽ നിർത്തിയാൽ ഹല്ലേലൂയ അടുത്തൊരു തുറവിലേക്ക് ആത്മാവ് നിന്നെ ഷിഫ്റ്റ് ചെയ്യും. പ്രാർത്ഥിച്ചോ. അവൻ അസാധാരണമായ ദൈവനിയോഗത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന് കൈമാറാൻ പദ്ധതിയുണ്ട്. ചില വായ്ത്തങ്ങൾ കൂടി കാണുമെന്ന് ആത്മാവിനോട് പറയാ. എല്ലാം പൂർത്തിയായിട്ടില്ലല്ലോ. വായ്ത്തങ്ങൾ കണ്ടത് ഇല്ലെങ്കിൽ കേട്ടത് പൂർത്തിയായില്ലല്ലോ. അവര് എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കണ്ട, പ്രാർത്ഥിച്ചോ. അവൻ ദീർഘകാലം ദുഃഖിച്ചിരിപ്പിച്ചു കേട്ടോ. അവൻ യാക്കോബിനെ ദീർഘകാലം അവൻ ദുഃഖിച്ചിരുത്തി. ഹല്ലേലൂയ. എന്താ ദുഃഖത്തിന് കാരണം? യാക്കോബിന് എന്താ ദുഃഖത്തോടെ എന്റെ നരയെ പാതാളത്തിൽ ഇറക്കുമാറാക്കുമെന്ന് പറഞ്ഞ് നരയെ ചൂണ്ടിക്കാണിച്ച് യാക്കോബ് കുറെ കാലഘട്ടം ഒതുങ്ങിയിരുന്നു. ഹല്ലേലൂയ. പറഞ്ഞതെന്താ? നിങ്ങൾ എന്റെ തലയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമാറാക്കും. പക്ഷെ നടക്കത്തില്ല. ദേവകേന്റി പറഞ്ഞു, നടക്കത്തില്ല. ചില വായ്ത്തങ്ങൾ ശേഷിച്ചിരിക്കുകയാണെന്ന്. ബലഹീനതയൊക്കെ കാണും. പക്ഷെ ഞാൻ ബലഹീനതയുള്ള ശരീരത്തോടല്ല ഞാനിത് പറയുന്നത്. ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് സംബന്ധമായിട്ടുള്ള ഒരു മനുഷ്യരോട് ഞാൻ ഈ ദൂത് കൈമാറുന്നത്. ഈ ദൂത് ആർക്ക് വേണേലും സ്വീകരിക്കാം കേട്ടോ, ആർക്ക് വേണേലും സ്വീകരിക്കാം. ദേവകിയാന്റിയോട് ദൈവാത്മാവിന് പറയാൻ പറഞ്ഞിട്ടാ ഞാൻ പറയുന്നത്. ആർക്ക് വേണേലും ഈ ദൂത് സ്വീകരിക്കാൻ, വിടുതൽ ഏറ്റെടുക്കാം, ആത്മാവിൽ ചലിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. ദീർഘകാലം ഹല്ലേലൂയ യാക്കോബിനെ ഒരിടത്ത് തന്നെ ഇരുത്തിക്കളഞ്ഞു. എന്താ ഇരുത്തിയ വാർത്ത? യോസേഫ് മരിച്ചുപോയി എന്നുള്ളൊരു വാർത്തയാ. ഒരു പുത്രദുഃഖം. അർദ്ധനാരകതരി ഒരു പുത്രദുഃഖം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ദേവികമ്മ ദൈവാത്മാവ് ഒരു പുത്രദുഃഖം കിടപ്പുണ്ട്. ദൈവാത്മാവ് പറയാ, അത് വെച്ചിട്ട് ഹല്ലേലൂയ ആ പുത്രദുഃഖത്തിനകത്ത് നിന്റെ തല നരയെ പാതാളത്തിൽ ഇറക്കത്തില്ല. ആയുസിനോട് വെല്ലുവിളിക്കുന്ന ഹല്ലേലൂയ ദുഃഖ വാർത്തകളെ കൊണ്ടുവരാൻ നോക്കുന്ന സകല പൈശാചിക ആധിപത്യങ്ങൾ, അർദ്ധന തലമുറകളോട് വാദിക്കുന്ന പോരുകൾ, നൃത്തത്തിൽ കൊണ്ടുവരത്തില്ലെന്നും വാഗ്ദത്തം ചലിക്കത്തില്ലെന്നും പിടിച്ചു പിടിച്ചു കളഞ്ഞു എന്ന് തിന്നു കളഞ്ഞു എന്ന് പറഞ്ഞൊക്കെ അബദ്ധമായ ധാരണക്കകത്ത് ഒതുക്കാൻ നോക്കുന്ന ദുരാത്മഭ്യാപാരങ്ങൾ ഇന്ന് രാത്രി ക്ഷയിക്കുകയോ. അർദ്ധനാരകതരി ഇന്നിന്റെ രാത്രിയില് കണ്ണിന് മുൻപിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അത് യാഥാർത്ഥ്യങ്ങൾ അല്ലെന്ന് ആത്മാവിനോട് പറയാൻ പറയുന്നു. അതിനപ്പുറത്തേക്ക് സ്വർഗീയമായ ചില നഗ്ന സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. തലമുറയോടുള്ള ബന്ധത്തിൽ ചില നഗ്ന സത്യങ്ങൾ ദൈവം പുറത്തു കൊണ്ടുവരും. അർദ്ധനാരകതരി അങ്ങനെ ഒരു ഭാരം ദൈവാത്മാവിനെ കാണിച്ചു തരിക. അങ്ങനെ ഒരു ഭാരം അങ്ങനെ ഒരു ഭാരം ദൈവാത്മാവിനെ കാണിക്കുന്നു. അവൻ ദേവകേന്റി ശരിയാണോ? ഹല്ലേലൂയ. ഒന്ന് മ്യൂട്ട് മാറ്റിട്ട് പറയാമോ ആന്റി? മ്യൂട്ട് മാറ്റ അറിയാമോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ശരിയാണ്. ഓക്കെ. ഒരു പുത്രദുഃഖം കിടപ്പുണ്ട്. ദൈവാത്മാവ് അത് ഇന്ന് രാത്രി ഉടയ്ക്കും. ഇന്ന് രാത്രി ഉടയ്ക്കും. മകനാകട്ടെ, മകളാകട്ടെ, മരുമക്കളാകട്ടെ, ആരുമാകട്ടെ, അവൻ ആ ദുഃഖത്തിന്റെ കീഴിൽ പിടിച്ചു നിർത്താൻ നോക്കുന്ന ഒരു വലിയ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാ ദൈവം അതിന് ഉടയ്ക്കുകയാ. യാക്കോബ് ഹല്ലേലൂയ യോസേഫ് ജീവിച്ചിരിക്കുന്നില്ല എന്നൊരു വാർത്തയാണ് കേട്ടത്. അത് സത്യമാണോ അതോ അത് വിധിയാണോ? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ നമുക്കറിയാലോ. സത്യമായിരുന്നോ മിനി ജാക്കബ്? യാക്കോബിന്റെ ദുഃഖം അല്ലെങ്കിൽ ആ വാർത്ത സത്യമായിരുന്നോ? അല്ല, വിദ്യ.
ആ, വിദ്യയാണ്. അതാരാ പറഞ്ഞേ? ഞാൻ രാധാ ഗോപിനാഥ്. ആ, ഓക്കെ ഓക്കെ, രാധാ ഗോപിനാഥ്. ദൂത് അങ്ങോട്ട് മാറുക. ഹല്ലേലൂയ. റൈറ്റിലിയ പ്രാക്കത്തിലിയ റബഹദിലിയ റഥിലിയ. ആമേ, ദൈവാത്മ പറയുന്നത് കേട്ടോ. ആമേ, ചില യാഥാർത്ഥ്യങ്ങളൊന്ന് തോന്നും. ഹല്ലേലൂയ. അത് തോന്നല് മാത്രമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫ് ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല, തെളിവും കൂടെ കാണിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? തെളിവ് കാണിക്കുക. അവൻ എന്താ വസ്ത്രം, അവൻ ഇട്ടുകൊടുത്ത ഇടിവിച്ച വസ്ത്രം ഉണ്ടല്ലോ, അത് രക്തത്തിൽ മുക്കി, കാട്ടുമൃഗത്തെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കി, അവൻ ഹല്ലേലൂയ യാക്കോബിനെ കൊണ്ടുവന്ന് കാണിക്കുക. ഇത് രണ്ട് വ്യാജമാണ്. ഒന്ന് വാർത്ത, അവൻ യോസേഫ് മരിച്ചുപോയി. രണ്ട്, അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തത്. ഹല്ലേലൂയ. വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തതും അബദ്ധമാണ്. ഹല്ലേലൂയ. പക്ഷെ ഈ രണ്ട് വാർത്തകൾക്കകത്ത് യാക്കോബ് എന്ന് പറഞ്ഞ, ഇല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ദുഃഖിപ്പിച്ചിരുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചില യുദ്ധത്തെ ദേവകി ആന്റി ദൈവാത്മാവ് അത് മാറ്റിക്കളയുകയാ. ചില വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ചില യുദ്ധങ്ങളും എന്താണ് ദുഃഖങ്ങളും ദൈവാത്മാവ് എടുത്ത് മാറ്റാൻ വേണ്ടി പോകുകയാ. ഹല്ലേലൂയ. ഈ രണ്ട് വാർത്ത കേട്ടു. ഒന്ന് കാണിച്ചു, രണ്ട് കേൾപ്പിച്ചു. കാണിച്ചതിലൂടെ, കേൾപ്പിച്ചതിലൂടെ അവൻ എവിടെയാ ലോക്ക് വന്നത്? ഒന്ന് കണ്ടതിലൂടെ ലോക്ക് വന്നു. എന്താ കണ്ടത്? അവൻ ഹല്ലേലൂയ രക്തക്കറ കണ്ട അവൻ തന്റെ മകന്റെ അങ്കി. ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ ഇനി എന്താ തെളിവ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാണിച്ചും. ഹല്ലേലൂയ. റീബാന ശഖന ഹർത്തന ദുരാജന ദൂരാലകതിരികരകൾ കസിയാർത്ഥനെ. ഹല്ലേലൂയ. കേൾക്കാമോ? ഓക്കെ, കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തോ ഒരു അഡ്വർടൈസ്മെന്റ് കയറി വന്നതാണ്, എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തു പോയി. എന്താണെന്ന് അറിയത്തില്ല. ദൂത ശക്തമായി വെളിപ്പെടുന്നുണ്ട്. ഭയങ്കര ഡെലിവറൻസ് ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇത് സൂം മീറ്റിംഗ് ഒന്നുമല്ല. ഇത് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു നല്ല മീറ്റിംഗ് ആയിട്ട് തന്നെ ഒരു ഓഡിറ്റോറിയം എടുത്ത് നമ്മൾ ഒരുമിച്ച് കൂടി അങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് സൂം പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നുന്നേ ഇല്ല. അതുകൊണ്ട് ഡെലിവറൻസ് പ്രാപിക്കേണ്ടവരെല്ലാം വചനത്തിനകത്തൂടെ അല്ല ഡെലിവറൻസ് പ്രാപിച്ചോണം. ഇത് എപ്പോഴും കിട്ടുന്നതല്ല. അവ ചില സമയങ്ങൾക്കകത്ത് ദൈവാത്മാവ് കൈമാറുന്നതാ. അതുകൊണ്ട് സ്വീകരിച്ചോണം. അപ്പോ കാഴ്ച കാണിപ്പിച്ചും കേൾവി കേൾപ്പിച്ചും യാക്കോബ് എന്ന ദൈവ മനുഷ്യനെ ലോക്ക് ചെയ്തു. ഹല്ലേലൂയ. ഒരുപാട് കാലം ലോക്ക് ചെയ്തെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നതുപോലെ ലോക്കാക്കി കളഞ്ഞ ചില ഏരിയകൾക്കകത്ത് ദൈവാത്മാവ് ഒരു തുറവി കൽപ്പിക്കുക. എന്താ തുറവി എന്നറിയാമോ? ഒന്ന്, എന്തൊക്കെ കാര്യത്തിലാ ലോക്ക് വീണത്? ഒന്ന്, കാഴ്ച കാണിച്ചല്ലേ? പ്രതികരിക്കണേ. കാഴ്ച കാണിച്ച് ലോക്ക് ചെയ്തല്ലേ? എന്താ കാണിച്ചത്? അങ്കി ദുഷ്ടമൃഗം കടിച്ചു കയറി എന്നുള്ള തെളിവിന് വേണ്ടി അങ്കി കാണിച്ചു. രണ്ടാമത് കേൾവി കേൾപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം കേൾവിയാണ്, അത് കഴിഞ്ഞ കാഴ്ച. കേൾവി കേൾപ്പിച്ചു. ഹല്ലേലൂയ. നിന്റെ മകൻ മരിച്ചുപോയി. ഈ രണ്ട് കാര്യത്തിനകത്ത് ദൈവത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞവനെ, ഇസ്രയേൽ എന്നൊരു രാഷ്ട്രമാക്കി മാറ്റിയവനെ, ദൈവവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായ ആ വ്യക്തിയെ തന്നെ ലോക്ക് ചെയ്തു. കണ്ടോ പിശാചിന്റെ പദ്ധതി? കണ്ടോ? ഹല്ലേലൂയ. എത്ര ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ ഉണ്ടായാലും ഹല്ലേലൂയ ചില ഏരിയകൾക്കകത്ത് ലോക്ക് ചെയ്യാൻ ഭയങ്കരമായി തന്ത്രങ്ങളുമായി പിശാച് കടന്നു വരും. ലോക്കായി പോകരുത്. അങ്ങനെ പോയ ചില വർഷങ്ങളാണ് നമ്മുടെ പാടായി പോകുന്നത്. ഈ ഇത്രയും വർഷങ്ങൾ മതി പിശാചിന് അവന്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആരും ലോക്കാകരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞേ. അപ്പൊ ഒന്ന്, രണ്ട് കാര്യത്തിൽ ലോക്കാക്കി. ഒന്ന്, കേൾവി കേൾപ്പിച്ചു. രണ്ട്, കാണിച്ചു. ഈ രണ്ട് കാര്യത്തിനകത്ത് ലോക്കായി. ദൈവം ഇതേ രീതിയിൽ തന്നെ ദൈവം ലോക്കങ്ങ് അഴിക്കുകയാണ്. ഹല്ലേലൂയ. ചിലരുടെ ലോക്ക് അഴിയ കേട്ടോ. ദേവികാന്റി ലോക്ക് അഴിയുക പ്രാർത്ഥിച്ചോ. ലോക്ക് അഴിയുകയാണ് ദൈവം. അത് അഴിച്ചു മാറ്റുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തത് എന്താണെന്നറിയാമോ? ഈ ലോക്ക് അഴിക്കാൻ ഹല്ലേലൂയ ആദ്യം ഇങ്ങനെയാ പറയുന്നേ, യോസേഫ് ജീവിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കേട്ടു. ആദ്യം മരിച്ചുപോയെന്ന് കേട്ടു. ലോക്ക് തുറക്കുന്ന കേട്ടോ. അതേ രീതിയിൽ തന്നെ ലോക്ക് തുറക്കുന്നത്. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്നു എന്നുള്ള വർത്തമാനം കേട്ടു. ഹല്ലേലൂയ.
യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. അപ്പൊ കണ്ടോ, അപ്പൊ എത്ര കൊല്ലം ചൈതന്യം ഇല്ലാതെ ഇരുന്നെന്ന് ഓർത്തു നോക്കിക്കേ. അബദ്ധമായ ധാരണയ്ക്കകത്ത്, അബദ്ധമായ ചിന്തനങ്ങൾക്കകത്ത്, അബദ്ധമായ കാഴ്ച കാണിച്ച് ഹല്ലേലൂയ കുറെ വർഷങ്ങൾ യാക്കോബിന്റെ ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നാൽ ഈ രണ്ട് കാര്യത്തിനകത്ത് വീണ്ടും സ്വർഗം തുറക്കുകയാ. ഒന്ന്, യോസേഫ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു വർത്തമാനം കേൾപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസേഫ് ജീവിച്ചിരിക്കുകയാണ്. അതോ യാക്കോബേ നീ ഉദ്ദേശിക്കുന്ന തലത്തിലൊന്നുമല്ല, ഹൈ ലെവലിലേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്തെന്ന് ഒരൊറ്റ സ്വപ്നം അതിന് കാരണം. ഒരു സ്വപ്നത്തിന്റെ കാര്യമാണ് അവനെ ആ തലത്തിലേക്ക് ഉയർത്തുവാനിടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ ചിലരോട് ദൈവാത്മ പറയുക, ഇന്ന് രാത്രിയിൽ ചിലരുടെ വിഷൻ സൈറ്റ് ദൈവം ഓപ്പൺ ചെയ്യുകയാ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ദൈവ ചിലരുടെ വിഷൻ സൈറ്റ് ഓപ്പൺ ചെയ്യുകയാനകത്തിന്. ഇതിനകത്ത് സ്വപ്നം കാണുന്നവർ എത്ര പേരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. അങ്ങനെ ഒരു നിയോഗം കർത്താവ് എനിക്ക് തരുന്നു. പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്യാൻ ദൈവം എന്നോട് പറയുന്നു. അതുകൊണ്ടാ ഹല്ലേലൂയ ദർശനം കാണുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഹല്ലേലൂയ. നിങ്ങളുടെ ദർശനത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളെ ദൈവം പ്രവേശിപ്പിക്കും കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തൊരു റേഞ്ചിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ. ദൂതന്മാരുടെ വിസിറ്റേഷനൊക്കെ സംഭവിക്കുന്ന ഒരു തലമുണ്ട്, ഒരു റലമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫസ്റ്റ് വിസിറ്റേഷൻ നടന്നു. അതുകൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. സ്വപ്നം കാണുന്നവരൊന്ന് കൈവക്കേ. ചുമ്മാ കൈവക്കണ്ട. ഇനി ആനനെ കുതിരാനെ ഒക്കെയാ കണ്ടെങ്കിലും കൈവക്കിക്കോ. ഹല്ലേലൂയ. അടുത്തൊരു ഷിഫ്റ്റിങ് നിങ്ങളുടെ ആ സൈറ്റ് ഒന്ന് ദൈവം തുറക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പട്ടി ഓടിക്കുന്നതും ആന ഓടിക്കുന്നതൊക്കെയാ കണ്ടെങ്കിലും പൊക്കിക്കോന്ന്. ഹല്ലേലൂയ. നിങ്ങളെ ദൈവത്തിന് അതൊക്കെ മാറ്റിട്ട് ഒരു വിഷന് ഓപ്പൺ ചെയ്യാൻ പദ്ധതിയുണ്ട്. അതും പേടിച്ചിട്ട് കർത്താവേ എനിക്കിനി സ്വപ്നമേ കാണണ്ട നിങ്ങൾ പറയണ്ട. കാരണം നിങ്ങളുടെ അടുത്തൊരു തലത്തിലേക്ക് കയറ്റ ഈ ആനയും കുതിരയൊന്നും അല്ലട ഉള്ളത്. ദൈവത്തിന് പദ്ധതി ദൂതന്മാരും ഉണ്ടെന്ന് കാണിച്ചു തരാൻ പാകത്തിന് ദർശനത്തിന് സൈറ്റിന് ദൈവാത്മാവ് ഇന്ന് രാത്രി വേളയില് തുറന്നു തരികയോ. അങ്ങനെ ഒരു തലത്തെ സ്വീകരിച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. അസാധാരണമായ എൻകൗണ്ടറുകൾ ഇന്ന് രാത്രി റിലീസ് ആകണം. റിലീസ് ദർശനത്തിന്റെ കണ്ടുകളെ ചിലരുടെ ആത്മാവിൽ ഓപ്പൺ ചെയ്യുകയോ. ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദർശനത്തിന്റെ കണ്ണുകൾ ദൈവാത്മാവ് ഇന്ന് രാത്രി ഓപ്പൺ ചെയ്യുകയോ. ഹല്ലേലൂയ. ഈ ദർശനം മങ്ങിപ്പോയാലുണ്ടല്ലോ, നമ്മൾ എവിടെയും ഒക്കെ പിശാചിനെ ലോക്ക് ചെയ്യാൻ കിട്ടും. പക്ഷെ ദർശനം മങ്ങിയില്ലെങ്കിലുണ്ടല്ലോ, ലോക്ക് ചെയ്താലും ദൈവം അത് അഴിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ ദർശനം ഉണ്ടായിരുന്നത് കൊണ്ട് യാക്കോബിനെ ഹല്ലേലൂയ ലോക്ക് ചെയ്തതിന് ദൈവം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണേലും അഴിച്ചു മാറ്റിയത്. ദർശനം കാണുന്നവരെ ലോക്ക് ചെയ്ത് എന്നേക്കും ഒതുക്കിയിടാൻ കഴിയത്തില്ല. 2021 എന്ന് പറയുന്ന ഡിവൈസിലെ ആന്റിയോട് ദൈവാത്മ പറയുക, നീല ഷാളിട്ട് ആന്റിയുടെ പേര് എനിക്കറിയത്തില്ല. ഡിവൈസിൽ 2021 കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവാത്മ പറയുക, ദർശനത്തെ ദൈവം ഓപ്പൺ ചെയ്യുന്നു. ദർശനത്തെ ദൈവം ഓപ്പൺ ചെയ്യുന്നു. ദൈവാത്മ പറയുക, ദർശനത്തെ ദൈവം ഓപ്പൺ ചെയ്യുകയോ. ഒരു ഓപ്പൺ വിഷൻ ദൈവത്തിന്റെ മേൽ കൈമാറുകയോ. ഹല്ലേലൂയ. നീ കാണാൻ വേണ്ടി പോകുന്നത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല, വലുതായിട്ടുള്ള ഒരു കാര്യം നീ കാണാൻ വേണ്ടി പോകുകയോ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനെ നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുകയാ. ദർശനം കാണുന്ന എല്ലാ കണ്ണുകളെയും ഞങ്ങൾ ആത്മാവിൽ ഒന്നുകൂടി തുറന്നു പ്രാർത്ഥിക്കുകയാ. ദൈവകരങ്ങളെ കേൾപ്പിച്ച് ആത്മാവിൽ ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ അസാധാരണമായ സ്വർഗീയ റലത്തെ ഞാൻ നിന്റെ മക്കളുടെ മേൽ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കണേ. ദൈവാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ അപകടകരമായ സ്വപ്നങ്ങളോ ഇല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ഒരു നിയോഗം തരുന്നുണ്ട് കേട്ടോ. ഞാൻ വചനത്തിലേക്ക് കയറിയില്ല, പക്ഷെ ദൈവാത്മാവ് അങ്ങനെ നിയോഗം തരും. ഇതൊരു ഡെലിവറൻസ് മീറ്റിംഗ് പോലെയൊക്കെയാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദൈവാത്മാവിനോട് സംസാരിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനല്ല സംസാരിക്കുന്നത്, സ്വർഗമാ സംസാരിക്കുന്നത്. സ്വർഗം നിങ്ങളുടെ മേൽ അടുത്തൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് നിറവേറ്റാൻ
നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സംസാരിക്കുന്നത്. ആന, കുതിര, ആമേൻ ഹല്ലേലൂയ, പട്ടി, ആമേൻ ഹല്ലേലൂയ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടപ്പെടുത്തുന്ന, ഭീഷണിപ്പെടുത്തുന്ന, ആമേൻ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ചോദിക്കുന്നത്. ആരും ആമേൻ അതിൻ്റെ അകത്ത് അയ്യോ ഞാൻ അങ്ങനെ കൈവക്കി എന്ത് ഓർക്കുന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ആ തലത്ത് ദൈവം ക്ലോസ് ചെയ്തിട്ട് അടുത്തൊരു തലത്തിലേക്ക് നിങ്ങളുടെ വിഷൻ സൈറ്റിന് ദൈവം ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ആരെങ്കിലും അപകടകരമായതോ വിഷമിപ്പിക്കുന്നതോ ഭാരപ്പെടുത്തുന്നതോ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ടോ? ആമേൻ അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കോ. ഇന്നൊരു വിടുതൽ നടക്കുകയോ ആമേൻ. നിങ്ങളുടെ സൈറ്റിന് മറ്റൊരു മേഖലകൾക്കകത്തേക്ക് ദൈവം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുക. ആമേൻ ഹാലലൂയ. അടുത്തൊരു വെള്ളത്തിലേക്ക് ആമേൻ ദൈവാത്മാവ് നിങ്ങളെ ആമേൻ അത് കണ്ടിട്ട് ആമേൻ ഈ രാത്രിയിൽ 3-ാം യാമത്തിനകത്തുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് 3-ാം യാമത്തിനകത്തുള്ള ഒരു കാര്യമാണ് ദുഷ്ട സ്വപ്നങ്ങളെ കാണിക്കുക. ആമേൻ ഹല്ലേലൂയ. നമ്മളെ ഈ ചില ഈവിൾ ഫുഡ് കഴിപ്പിക്കുക. ഞാൻ പറയുന്നത് ഇത് പിശാചിനെ വലുതാക്കി കാണിക്കുന്ന ഒരു പരിപാടിയല്ല. ആമേൻ ഹല്ലേലൂയ. ഒന്നും അല്ലെന്ന് പറയാൻ വേണ്ടിയാ ഈ കാര്യം പറയുന്നേ. ഹല്ലേലൂയ. ചില സമയത്ത് ആമേൻ ഇങ്ങനെയുള്ള വിഷൻസ് കാണാറുണ്ട്. ഈവിൾ ഫുഡ് കഴിപ്പിക്കുക. അതായത് ആമേൻ വളിച്ചതൊക്കെ ഇല്ലെങ്കിൽ ആമേൻ ചീത്തയായി പോയ ആഹാര സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിപ്പിക്കുന്നത്, കഴിക്കാൻ തുടങ്ങുന്നത് പോലെ, വേസ്റ്റിൻ്റെ അകത്ത് കൈയിടുന്നത് പോലെയോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ നമ്മളത് കഴിപ്പിക്കുന്നത് പോലെയൊക്കെ കാണിച്ച് കഴിയുമ്പം രാവിലെ കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രാവിലെ ഏറ്റപ്പോൾ ഗ്യാസ്, രാവിലെ ഏറ്റപ്പോൾ ഒരു ശരീരത്തിന് ഭയങ്കര ക്ഷീണം. എന്താണെന്ന് നമുക്കൊന്നും പിടികിട്ടുന്നില്ല. കാരണം നമ്മളെ ഈവിൾ ഫുഡ് കഴിപ്പിക്കുന്നത് പോലത്തെ ഒരു സ്പിരിറ്റ് രാത്രിയുടെ 3-ാം യാമത്തിനകത്ത് സഞ്ചരിക്കുന്നുണ്ട്. ആമേൻ ഈവിൾ സ്പിരിറ്റിന്റെ ഒരു മേഖലയാണത്. ആമേൻ അനാരോഗ്യം വരുത്തുക, ആമേൻ അസ്വസ്ഥത വരുത്തുക, ദഹനക്കുറവ് വരുത്തുക, ഇങ്ങനെയുള്ള ചില മേഖലകളൊക്കെ ഇട്ട് ഈവിൾ ഫുഡ് കഴിപ്പിക്കുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനകത്ത് അതൊരു ഇഷ്യൂസ് ആക്കുന്നത് പോലത്തെ ഒരു മേഖലയുണ്ട്. നമ്മൾ പക്ഷേ ആത്മാവിലൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തെല്ലാം ദൈവം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ പറയുന്നത്. ആമേൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ആമേൻ എനിക്ക് ആയിത്തീർന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പിന്നീടാണ് എനിക്ക് 3-ാം യാമത്തിനകത്തുള്ള ഒരു സ്പിരിറ്റ് ആണ് ഇതെന്ന് മനസ്സിലായപ്പം ഞാൻ ആത്മാവിൽ അതിനെ ശാസിക്കുകയും ബ്രേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമൊക്കെ അസാധാരണ എൻകൗണ്ടറിന്റെ സ്വപ്നങ്ങളൊക്കെ കർത്താവ് എന്നെ കാണിച്ചു. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈവിൾ മേഖലകൾക്കകത്ത് സ്വപ്നങ്ങളെ കാണിക്കുക എന്നുള്ളത് ആമേൻ ഹല്ലേലൂയ ആമേൻ പൈശാചികന്റെ ഒരു ടാർഗറ്റാണ്. അത് അഭിഷിക്തന്മാരെ കാണിക്കും. ആമേൻ ദൈവജനത്തെ ഇതിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല, അഭിഷിക്തന്മാരും ഇത് കാണും. അങ്ങനെയാണെങ്കിൽ യാക്കോബ് ഇങ്ങനെ കാണരുതായിരുന്നു. യാക്കോബ് ആമേൻ ഹല്ലേലൂയ കാഴ്ച കണ്ടത് ഹല്ലേലൂയ അങ്കിയെ ആമേൻ രക്തത്തിനകത്ത് മുക്കിയിട്ട് കൊണ്ടേ കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കാണിച്ച് ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന്, ഹല്ലേലൂയ സ്വപ്നം കാണിച്ച് ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന്. ഒരു നല്ല സ്വപ്നം കണ്ടാൽ മതിയെന്ന് പിറ്റേ ദിവസം ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മൾ നടക്കും. ആമേൻ. എന്നാൽ ചില സ്വപ്നം കണ്ടാൽ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത പോലെ തോന്നും. അന്നത്തെ ദിവസം മൊത്തം വീക്കായിരിക്കും. അപ്പൊ സ്വപ്നത്തിന് ഭയങ്കര കണക്ഷൻ ഉണ്ട്, ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് സ്വപ്നത്തിനകത്ത്. ഹല്ലേലൂയ. യാക്കോബ് സ്വപ്നമല്ലേ കണ്ടേ? ആമേൻ ദൂതന്മാർ ആമേൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ കാഴ്ച ആമേൻ യാക്കോബ് കാണുകയും. അപ്പൊ സ്വപ്നത്തിന് ദൈവവുമായിട്ട് അടുപ്പിക്കാൻ കഴിയും. ആമേൻ ബ്രേക്ക് ചെയ്യാനും കഴിയും. ആമേൻ ഭയങ്കര സ്വാധീനതയുണ്ട്. ആമേൻ ഇത് രണ്ടും നിങ്ങൾക്കൊരു അറിവ് ഞാൻ തരുന്നതിന്റെ കാരണം ഈ രണ്ടും ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ഒന്ന് ആത്മാവിൽ ബ്രേക്ക് ചെയ്തോണം, ഈ സ്വപ്നത്തിനെ ആത്മാവിൽ ബ്രേക്ക് ചെയ്തോണം. ആമേൻ രണ്ടാമത്തെ കാര്യം ഹെവൻലി ആയിട്ടുള്ള ആമേൻ അങ്ങനെ ഒരു ആമേൻ ഹല്ലേലൂയ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാപിച്ചെടുത്തോണം. ഹല്ലേലൂയ. റൈറ്റിനി റബക്കസിയാർത്ഥന ആമേൻ. ഈ യാക്കോബിനെ ലോക്ക് ചെയ്ത് കളഞ്ഞത് 2 കാര്യത്തിനകത്ത്. അതല്ല എൻ്റെ പ്രസംഗ വിഷയം. എങ്കിലും ദൈവാത്മാവ് ചിലരുടെ അടുക്കൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഇനി നടക്കുമായിരിക്കും. ഹല്ലേലൂയ. ഒരു പക്ഷെ ഇന്നലെ വരെ നടന്നില്ല എങ്കിൽ അതൊന്ന് മനസ്സിൽ കുറിച്ചിട്ടോ. ഇങ്ങനെയുള്ള ലോക്കുകൾ വന്നാൽ പോട വിശാലത് പറയാൻ പാകത്തിനൊരു ആമേൻ ധൈര്യം നമ്മുടെ ആത്മതലത്തിൽ നാം പ്രാപിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം പറഞ്ഞ ഞാൻ ഒരു ദിവസം ആമേൻ ഹല്ലേലൂയ കിടന്നുറങ്ങി. ആമേൻ സ്തോത്രം. അതിൻ്റെ ആമേൻ ആ രാത്രിയിൽ ആമേൻ സ്തോത്രം ഞാനൊരു മെസ്സേജ് യൂട്യൂബിനകത്ത് കേട്ടു. ആമേൻ ഹല്ലേലൂയ. ഇവിടുത്തെ കാര്യം പ്രസംഗിക്കുന്നൊന്നും അല്ല. ആമേൻ ആഫ്രിക്കക്കാരൻ ഒരു ദൈവഭൃത്യൻ ആമേൻ മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആമേൻ ഹല്ലേലൂയ ക്ലാസ് ആണ് ഞാൻ കണ്ടത്. ആ ക്ലാസ്സിനകത്ത് ഇങ്ങനെ താൻ പറയുന്നുണ്ട്. ആമേൻ നമുക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. വിശ്വാസമുണ്ടോ? ദൂതന്മാരെ നമുക്ക് വേണ്ടി നമുക്ക് സേവ് ചെയ്യാൻ. സേവകാത്മാക്കളായ ദൂതന്മാർ ആർക്ക് സേവ് ചെയ്യാനാണ്?
നമുക്ക് സേവ് ചെയ്യാം. ഒന്ന് പറഞ്ഞേ ആമേൻ. അതോ ഈ ഒരു കാഴ്ചപ്പാടില്ലാത്തവരാണോ? ഹല്ലേലൂയ. കാഴ്ചപ്പാടില്ലെങ്കിൽ ട്രഡീഷൻ മൈൻഡിനകത്ത് നിന്നെല്ലാം നമ്മൾ ഉണർന്ന് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. എന്നാലേ ദൈവത്തിന് നമ്മുടെ മേൽ വെളിപ്പെടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൂതന്മാരുണ്ടോ ഇല്ലയോ? ജോണി ഹല്ലേലൂയ. ദൂതന്മാരുണ്ടോ? ഉണ്ട് ഉണ്ട്. ഇടത്തും വലത്തും എന്തുണ്ട്? നമ്മളെ സേവ് ചെയ്യാൻ. ഹല്ലേലൂയ. ആമേൻ. സേവകാത്മാക്കളായ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ഒരാൾക്ക് 2 ദൂതൻ വെച്ച്. ഹല്ലേലൂയ. ഒന്ന് ഓർത്തേ, അങ്ങനെ ഒന്ന് കണ്ടേ. അതൊരു ആത്മമണ്ഡലത്തിന്റെ അസാധാരണ എവിഡൻസ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. രാജീസ് മേരിയോ ഹല്ലേലൂയ. ആമേൻ. ആന്റി, ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് മുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങണം. എനിക്ക് തോന്നുന്നു ഈ ടങ്സ് പ്രയർ ഒക്കെ നിങ്ങൾക്കില്ലേ? ടങ്സ് പ്രയർ ഇല്ലേ? ടങ്സ് പ്രയർ ഉണ്ടല്ലോ. അതെ, ഉണ്ട്. ടങ്സ് പ്രയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്താണ്? ഏഞ്ചലിക് വിസിറ്റേഷൻസ് നമുക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. ടങ്സ് പ്രയർ ഒക്കെ ചെയ്യുന്നവർക്ക് ആമേൻ ഇങ്ങനെയുള്ള ജ്ഞാനത്തെ ദൈവം തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? 2 ദൂതന്മാരുണ്ട്. അപ്പം ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഫൈൻഡ് യുവർ ഏഞ്ചൽസ്. അങ്ങനെയാണ് ഞാൻ അതിന്റെ ക്യാപ്ഷൻ കണ്ടത്, ഫൈൻഡ് യുവർ ഏഞ്ചൽസ്. അപ്പം നിന്റെ ഏഞ്ചലിനെ നീ പരിചയപ്പെടണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, കർത്താവ് ശരിയാണല്ലോ, എനിക്ക് ദൂതന്മാരുണ്ടെന്ന് എനിക്കറിയാം. അവൻ പക്ഷേ എന്നെ സംരക്ഷണം ചെയ്യാനാണ്. അവരെ എനിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് യേശുവിനെ പരിചയം ഉണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മൾ ആ അറിവിനകത്ത് അങ്ങ് നിൽക്കാൻ നോക്കുക. ഹല്ലേലൂയ. യേശു എനിക്കുണ്ടല്ലോ. യേശുവിനേക്കാൾ വലിയതൊന്നും അല്ലല്ലോ ദൂതന്മാര്. ഹല്ലേലൂയ. പക്ഷെ ചില തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമുക്ക് ശക്തമായിട്ട് നിൽക്കാൻ കഴിയും. ഭയങ്കരമായ എനർജറ്റിക് ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും ചില തിരിച്ചറിവ് വന്നാൽ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് യേശു ഉണ്ടല്ലോ. പിന്നെ ഞാനിങ്ങനെ കേട്ടു, മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് എനിക്ക്. അന്നേരം ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് കിടന്നുറങ്ങണം. അതായത് നിങ്ങളുടെ ആമേൻ കോൺഷ്യൻസ് മൈൻഡ്, ആമേൻ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് എല്ലാം ശുദ്ധീകരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ ഒരു ഓപ്പൺ വിഷൻ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് രാത്രി കിടന്നുറങ്ങിയാൽ ആമേൻ ദൈവാത്മാവ് അങ്ങനെ രാത്രിയിലും, കാരണം ദൈവത്തിന് നമ്മളോട് പകല് മാത്രമല്ല ദൈവം സംസാരിക്കേണ്ടത്, രാത്രിയിലോ ആമേൻ അവൻ ദിവ്യ ദർശനങ്ങളെ കൊടുക്കുന്നു, മനുഷ്യന്റെ ഹൃദയത്തെ തുറക്കുന്നുവെന്ന് യോബിന്റെ പുസ്തകത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. റെഫറൻസ് ഞാൻ മറന്നുപോയി. രാത്രിയിൽ അവൻ മനുഷ്യന്റെ ഹൃദയത്തെ തുറക്കുന്നു, ദർശനത്തിന് വേണ്ടി തന്റെ ചെവികളെ തുറക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തെയും ചെവിയെയും തുറക്കുന്ന ആമേൻ ടൈം രാത്രിയിലാണ്. ഹല്ലേലൂയ. കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതോടുകൂടെ ആത്മാവും കിടന്നുറങ്ങുന്നൊന്നുമല്ല. ഹല്ലേലൂയ. നമ്മൾ കൂർക്കം വലിക്കുമ്പോഴും നമ്മളെ ആത്മാവ് പറയാ, നിന്നോട് ചേരുവാ ഞാൻ കാക്ഷിക്കുന്നു. ഹല്ലേലൂയ. നിന്നോട് ചേരണം, എനിക്ക് അങ്ങയോട് സംസാരിക്കണം. നമ്മുടെ ആത്മ ഈ ശ്രീജ കിടന്ന് ഭയങ്കര ഉറക്കുക. പക്ഷെ ശ്രീജയുടെ ആത്മാവിന് എപ്പോഴും ദൈവത്തോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ആമേ സോണിസസ് സൂപ്പർ ഉറക്കുക. പക്ഷേ ഹല്ലേലൂയ ആമേ ആത്മാ മനുഷ്യൻ പറയാ, ഈ സോണിസിസ്റ്റർ ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ കിടന്നുറങ്ങുന്നെങ്കിൽ കർത്താവേ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. സോണിയുടെ ആത്മമനുഷ്യൻ പറയാ, എനിക്കൊന്ന് സംസാരിക്കണം. അപ്പോഴേ നീ ദർശനം കാണിച്ചതാ, സ്വപ്നം കാണിച്ചതാ, ഈ ഉറങ്ങുന്ന സോണി ഒന്ന് എഴുന്നേൽപ്പിക്ക്. ഹല്ലേലൂയ. പ്രവർത്തിക്കായി ഒന്ന് എഴുന്നേൽപ്പിക്ക്. എനിക്ക് ഇവളുടെ ആത്മമനുഷ്യനായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പരിമിതി ഇവളെനിക്ക് ഇടുകയാ. ഹല്ലേലൂയ. അമ്മ പോകാൻ പരിമിതി ഇടുന്നു, അമ്മ സംസാരിക്കാൻ പരിമിതി ഇടുന്നു. അമ്മേൻ ഹല്ലേലൂയ. എല്ലാറ്റിനും പരിമിതി ഈ സോണി സിസ്റ്റർ എനിക്ക് ഇട്ട് തരികയാ. ആത്മമനുഷ്യൻ പറയാ, കർത്താവേ എനിക്ക് ഈ പരിധിക്കകത്ത് കിടന്നാ പോരാ, നീ എൻ്റെ മേൽ തന്നിരിക്കുന്നു, ഇവളൊന്ന് അറിയണം, ഇവളെ എനിക്കൊന്ന് എഴുന്നേൽപ്പിക്കണം, ഇവളെ എനിക്കൊന്ന് ചലിപ്പിക്കണം. യെസ് ആമേൻ. ഹല്ലേലൂയ. ജോണി താങ്ക്സ്. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവൻ ഒന്നോടെ ഇട്ടപ്പാ അതൊന്ന് കാണട്ടെ എല്ലാവരും. എല്ലാവരും ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. ആമേൻ. ഇത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവൈലബിലിറ്റി ആണെന്ന്. ഹല്ലേലൂയ. ഇത് നമ്മൾ സ്വീകരിക്കാതെ പോകരുത്, ഇതൊന്നും അറിയാതെ പോകരുത്. ഒന്നുകൂടെ പ്ലേ ചെയ്യാമോ? അത് കാണിക്കാമോ? ഹല്ലേലൂയ. മെസ്സേജിൽ വന്നിട്ടുണ്ട്, ഞാൻ ചാറ്റിങ്ങിന്റെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതെ അല്ലേ? വായിച്ചു. ചാറ്റിങ്ങിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ചാറ്റിങ്ങിൽ ഉള്ളത് കൊണ്ട് യോബിന്റെ പുസ്തകം എത്രയാണ്? 33:15. യോബിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഓക്കെ. ഇങ്ങനെ കാണുന്നു. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ. കണ്ടു, ഭയങ്കര റെസ്പോൺസിബിലിറ്റി അതെപ്പോഴാണ് ഇട്ടു തരുന്നതെന്നറിയാമോ? ഗാഠനിദ്ര മനുഷ്യർ
രാജാക്കൾക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോഴാണെന്ന്, അത് സ്വപ്നത്തിലാണെന്ന്. എന്നിട്ട് പറയുന്നത് ആ രാത്രിയുള്ള ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുകയാണ്. അവരോടുള്ള പ്രബോധനയ്ക്ക് ദൈവം മുദ്രയിടുന്നു. അവരെ കുറിച്ചുള്ള പ്രബോധനമാണ്, നമ്മളെ കുറിച്ചുള്ള പ്രബോധനമാണ് അപ്പൊ സ്വപ്നമായിട്ട് നമ്മൾ കാണേണ്ടത്. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റാൻ. അപ്പൊ ഈ സ്വപ്നം എന്തിനാണെന്നറിയാമോ? മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും. ഹല്ലേലൂയ. മനുഷ്യനെ ആമേൻ ഹല്ലേലൂയ ദുഷ്കർമ്മത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഈ ദർശനം ഒരു പ്രബോധനമായിട്ട് ദൈവം നമുക്ക് കൈമാറുകയാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി, എന്ന കർത്താവേ എനിക്ക് എൻ്റെ ദൂതന്മാരെ ഒന്ന് പരിചയപ്പെട്ട കൊള്ളാം. ഹല്ലേലൂയ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇച്ചിരും കൂടി എക്സൈറ്റ്മെന്റ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. ആമേൻ ഹല്ലേലൂയ. എനിക്ക് എന്നും 3:45 ഒരു പ്രയർ ഉണ്ട്. 3:45 എന്താണ് ദബോറിയൻ ക്രൈസ്റ്റ് മിനിസ്ട്രീസിന്റെ ഒരു എന്താണ് ലേഡീസിന്റെ ഒരു 4 പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് ഞാൻ ഉണരും. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞു. അപ്പം രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങൽ സാധാരണ കുറവാണ്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ 12 മണിക്ക് ഒക്കെ കഴിയും. പക്ഷേ അവൻ ആ ദൈവാത്മാവ് എന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ഉണർത്തുവാനിടയായി തോന്നുന്നു. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് 3:45 തൊട്ട് 5 മണി വരെയാണ് ആ പ്രയർ. അപ്പം 3:45 തൊട്ട് 5 മണി വരെ ആ പ്രയറും കഴിഞ്ഞു. ആ പ്രയർ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് കിടന്നെങ്കിലും ഞാൻ ഒരു സ്വപ്നവും കണ്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ കാണുകയില്ലായിരിക്കും. ആമേൻ ഹല്ലേലൂയ എന്ന് ഓർത്തു. പക്ഷേ ആമേൻ 5 മണി കഴിഞ്ഞിട്ട് ആമേൻ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തു, ആമേൻ ഒന്ന് കിടന്നാലോ എന്ന് ഓർത്തു. ഞാനെങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു നിദ്ര, ഒരു 10 മിനിറ്റ് ഉറങ്ങിയോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഞാൻ പറയുന്നത് ചിലരുടെ മൈൻഡിന് ദൈവം തുറക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. വചന ശുശ്രൂഷയാണ് എന്നെ ഏൽപ്പിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ ചിലരെ ഒന്ന് തുറന്ന് ചില ഏരിയകൾക്കകത്തേക്ക് ദൈവത്തിന് ഷിഫ്റ്റ് ചെയ്യാൻ പദ്ധതി ഉള്ളത് കൊണ്ടായിരിക്കും ഈ കാര്യം ദൈവാത്മാവ് എന്നോട് പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ 5 മണിക്ക് ശേഷം ചുമ്മാതെ വന്നൊന്ന് കിടക്കയിലേക്ക് ഒന്ന് കിടന്നു. ആമേൻ ജസ്റ്റ് ഒരു മയക്കം വന്നു. ആ മയക്കത്തിനകത്ത് ഞാൻ കാണുവാണ് 2 സഹോദരിമാർ, സാധാ 2 സഹോദരിമാർ. ആമേൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. എൻ്റെ ഫ്രണ്ടിൽ ഞാനിപ്പോൾ ഈ കസേര ഇട്ടിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ 2 പേര് ആമേ കസേര ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തു. അവരെ കസേര വന്നിരുന്നു. എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ അഭിമുഖമായി സംസാരിക്കുന്ന പോലെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. ലാസ്റ്റ് അവർ പോകാൻ തുടങ്ങിയ സംസാരിച്ചൊക്കെ തീർന്ന് അവർ പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സഹോദരിമാരെ നിങ്ങളുടെ പേരെന്ന് പറയാമോ? അന്നേരത്തേക്ക് അവർ പറഞ്ഞു ഇല്ല ഞാൻ പറയത്തില്ല. 2 പേരും ഒരുപോലെ പറയാം ഞാൻ പറയത്തില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ. കാരണം ഇത്രയും നേരം നമ്മൾ ഒരുമിച്ച് സംസാരിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ആരാന്ന് പറയാതെ പോകുന്നൊരു ശരിയല്ലല്ലോ, അതൊരു നല്ല ഇതല്ലല്ലോ എന്ന് ഞാൻ പറയാം. അന്നേരത്തേക്കും അവർ എന്നെ ഒന്ന് വിട, ഞങ്ങളൊന്ന് പോട്ടെ എന്നുള്ള രീതിയായി. അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് പേര് പറയാതെ ഞാൻ പോകാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചേക്കുവാ. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നോട് പേര് പറയണം. അന്നേരം 2 പേരും പറഞ്ഞു ഞങ്ങൾ വന്ന രാജ്യം പറയാം. ഒരാൾ പറഞ്ഞു ഞാൻ ദുബായിൽ നിന്നാണ് വന്നത്, ഒരാൾ പറയുന്നു ഞാൻ നെതർലൻഡിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും അല്ല കേൾക്കണം, എനിക്ക് ഏത് രാജ്യത്ത് നിന്ന് വന്നതും അല്ല എനിക്ക്, നിങ്ങൾ ആരാന്നറിയണം, അതാണ്. അപ്പൊ നിങ്ങളുടെ പേരാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ 2 ദൂതന്മാരാന്ന് എനിക്കറിയത്തില്ല കേട്ടോ, സാധാ സഹോദരിമാരായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിടിയിപ്പിക്കുക. അപ്പൊ ഞാനിങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു ദൂതന് ഒരാൾ എന്നോട് പറഞ്ഞു എൻ്റെ മുഖത്തേക്ക് നീ ഒന്ന് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. എൻ്റെ മുഖത്തേക്ക് നീ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അപ്പം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പം ഞാൻ പിന്നെ കാണുന്നത് ഇങ്ങനെ ഒരു എന്താ ഇങ്ങനെ ആ മുഖം പിന്നെ ഒരു പുസ്തകമാകുക, ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ഒരു പുസ്തകം. ആ മുഖത്തിന് പകരം ഞാൻ കാണുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിടർത്തുന്നു, ആ പുസ്തകം ഇങ്ങനെ വിടർത്തുന്നു. അപ്പോൾ ഞാൻ മുഖത്തേക്ക് നോക്കുക, അന്നേരം ഞാൻ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ പുസ്തകം ഇങ്ങനെ വിടർത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ നടുഭാഗത്തായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചിരിക്കുന്ന ഒരു വര, ഈ പ്രാർത്ഥനയുടെ ചിഹ്നമാണ്. എൻ്റെ ഇത് ശ്രദ്ധിച്ച എൻ്റെ ഫോട്ടോയല്ല ഞാൻ കൊടുത്തേക്കുന്നത്. അത് കണ്ടില്ല എല്ലാവരും? ശ്രീജ ഷിബു നടിച്ച് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു കൈ കൂപ്പി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഞാനിപ്പോൾ അത് വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ ആ കൈ കൂപ്പി നിൽക്കുന്ന ഒരിത്? ഈ പടം കണ്ടോ? ശ്രദ്ധിച്ചോ എല്ലാവരും? ഓക്കെ, കണ്ടോ? കണ്ടു. ഓക്കെ. ഈ പടമാണ് ഹല്ലേലൂയ ഞാൻ ഈ ബുക്കിന്റെ പേജിനകത്ത് കാണുന്നത്. ഈ ബുക്കല്ല കേട്ടോ, ഞാൻ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച ആളുടെ ഫേസ് ഞാൻ കാണുന്നത്. അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ഞാൻ കാണുന്ന ആ കൈ കൂപ്പി നിൽക്കുന്നത്. അന്ന് തൊട്ടാണ് ഞാൻ ഈ കൈ കൂപ്പുന്നത്. എൻ്റെ ഫോട്ടോ അങ്ങ് മാറ്റിയിട്ട് പിന്നെ കൈ കൂപ്പുന്ന ഫോട്ടോ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടു എൻ്റെ ക്യാപ്ഷന് പകരം.
എൻ്റെ ഫോട്ടോയ്ക്ക് പകരം. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ തന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആ നടുപേജിൽ ഗബ്രിയേൽ ഇങ്ങനെ എഴുതി കളിക്കുക. ഗബ്രിയേൽ 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 ഇങ്ങനെ 3 പ്രാവശ്യം ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ഈ പുസ്തകത്തിനകത്ത് എഴുതി കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, കർത്താവേ ഇത് ദൂതനായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ കർത്താവേ, ഇത് സാധാ സഹോദരിമാരാന്നോർത്തുകൊണ്ട് ഞാൻ ബഹുമാനിക്കാൻ എനിക്ക് വേണ്ട രീതിയിൽ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുക. ഞാൻ അന്നേരത്തേക്കും കർത്താവേ ഇത് ദൂതന്മാരായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ നടുവിൽ ഇങ്ങനെ മുട്ടേ നിന്നിട്ട് അവരുടെ 2 കാലിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ എന്നെ ചുമ്മാതെ വിട്ടിട്ട് പോകരുത്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത് എന്നെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകണം. എനിക്ക് ഇത് ആദ്യം. അപ്പം ഞാൻ കണ്ണ് പതിയെ തെളിച്ചിട്ടുമുണ്ട്. എന്നിട്ടും കൂടെ ഞാൻ ഈ വിഷനിൽ നിന്ന് ഔട്ടാകുന്നില്ല. എന്നാൽ എനിക്കറിയാം ഞാൻ സ്വപ്നം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഔട്ടാകുന്നില്ല ഞാൻ ഈ ദർശനത്തിനകത്ത് നിന്ന്. അപ്പം ഞാൻ ഇവരുടെ കാലയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് ദൂതൻ എന്താ പറയാനുള്ളെങ്കിൽ അത് പറഞ്ഞിട്ടേ പോകാവുള്ളേന്ന് പറഞ്ഞു. പറഞ്ഞപ്പം ആ ഗബ്രിയേൽ എന്ന് പറഞ്ഞ ദൂതൻ ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇന്ത്യ അറിയുന്ന പ്രവാചകി ആയിരിക്കും എന്ന് പറഞ്ഞു. സ്വപ്നം തീർന്നു. ഞാൻ എഴുന്നേറ്റ് ഒറ്റ കരച്ചിലോട് കൂടിയാണ് ഞാൻ എഴുന്നേറ്റ് പോയി പ്രാർത്ഥന റൂമിൻ്റെ അകത്ത് പോയി പായിട്ടിരുന്ന് ഭയങ്കരമായിട്ട് ഞാനൊന്ന് കരഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ അങ്ങനെ ഒരു ആത്മാക്കളെല്ലാം ഓപ്പൺ ആണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതെന്റെ എക്സ്പീരിയൻസാ. അപ്പം വിശ്വസിക്കുന്നവർക്ക് അടുത്ത നിമിഷം തൊട്ട് ഇങ്ങനെ ഒരു വിസിറ്റേഷന് വേണ്ടി ഇത് ഫസ്റ്റ് വിസിറ്റേഷനാണ് ഞാനീ പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം വേറൊരു മെസ്സേജ് ഞാൻ കേട്ടു. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നിന്നോട് ഇപ്പോഴും സ്വപ്നത്തിലൂടെയാണോ പറയാൻ പറ്റുന്നുള്ളൂ, എന്നാൽ നീ കുറച്ചും കൂടി മാറേണ്ടിയിരിക്കുന്നു. കാരണം ലിറ്ററലി ഇറങ്ങുന്ന ഒരു ആത്മാന്തരീക്ഷം ഓപ്പണാണ്. ഇറങ്ങുന്ന ഒരു അന്തരീക്ഷം ഓപ്പണാണ്. ഇന്ന് വരെ നിനക്ക് സ്വപ്നത്തിലൂടെയേ ദൈവത്തിനൊരു കാര്യം പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. നിനക്ക് നേരിട്ട് കാണുന്ന ഒരു അതോറിറ്റിയിലേക്ക് അങ്ങനെ ഒരു ആത്മമണ്ഡലത്തിലേക്ക് നീ ഇന്ന് വരെ വന്നിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. നീ ഇപ്പോഴും സ്വപ്നത്തിന്റെ അകത്ത് കിടക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് വിസിറ്റേഷൻ ആണ്. ഹല്ലേലൂയ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് അടുത്തൊരു വെള്ളം കൂടിയുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞ ഹൈ റേഞ്ച് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പറയാം, കർത്താവ് എൻ്റെ വിഷൻ ഒന്ന് ഓപ്പൺ ആക്കി തരണം. ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത്, പക്ഷെ ദൈവാത്മാവ് അങ്ങനെ ഒരു മേഖലയിലേക്ക് ദൈവാത്മാവ് എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ ദേവകിയാൻ്റെ തൊട്ട് തുടങ്ങിയതാ. ഹല്ലേലൂയ. ദൈവാത്മാവ് അങ്ങനെ ഒരു വിഷൻ മൈൻഡിനെ ദൈവാത്മാവ് ഓപ്പൺ ആക്കുന്നു, വിഷനിലെ ദൈവം ഓപ്പൺ ആക്കുന്നു. അതിനകത്ത് ഹല്ലേലൂയ നമ്മുടെ മിനിസ്ട്രി മൂവ് ചെയ്താലും ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷകൾ മൂവ് ചെയ്താലും അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയട്ടെ. വേഗത്തിൽ ഒരു വാക്യം എടുക്കുക. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാമോ? ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിഗ്ലാഗിലെത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിഗ്ലാഗും ആക്രമിച്ചു സിഗ്ലാഗിനെ ജയിച്ചു അതിന് തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തി അഹിനോവം, കർമ്മേൽക്കാരൻ ദാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഒരു തിരുവചനമാണ്. ഇതിനകത്തൂടെ ആരെങ്കിലും ഒക്കെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ടും ഇതിനകത്തൂടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ദൈവാത്മാവ് ദൈവാത്മാവ് എനിക്കൊരു ചിന്ത തന്നു. എന്നെ ഭയങ്കരമായിട്ടുള്ള നിലകളിൽ ദൈവാത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ച ഒരു വചനമാണ് ഞാൻ വായിച്ചത്. ഇങ്ങനെയാ വായിച്ചത്. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ, എത്രാമത്തെ ദിവസമായി എത്തുന്നത്? 3-ാമത്തെ ദിവസം എത്തുകയാ. എവിടെയായി എത്തുന്നത്? തന്റെ ഭാര്യമാരുള്ള, തന്റെ മക്കളുള്ളടുത്ത്, തന്റെ കൊച്ചുമക്കളുള്ളടുത്ത് ദാവീദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളാണെങ്കിലും ഒരു ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു വരും നമ്മുടെ ഭവനത്തിലേക്കല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളുള്ള, നമ്മുടെ മരുമക്കളുള്ള, നമ്മുടെ കൊച്ചുമക്കളുള്ള, നമ്മുടെ ഭർത്താവുള്ള നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഏത് ആരാധനയ്ക്ക് പോയാലും ഏത് രാജ്യങ്ങൾ സന്ദർശിച്ചാലും നമ്മൾ ലാസ്റ്റ് തിരിച്ചു വരുന്നത് എവിടെയാ? നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഹല്ലേലൂയ. അപ്പോൾ വീട്ടിലെ അന്തരീക്ഷമാണ് നമുക്കിഷ്ടം. ആണോ
അല്ലയോ? വീട്ടിലെ അന്തരീക്ഷമാണോ നമുക്ക് ഇഷ്ടം? അതെ അതെ അല്ലേ? ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുപക്ഷെ സിറ്റുവേഷൻ ഒക്കെ മോശമായിരിക്കും. അവൻ നമ്മൾ രാജ്യങ്ങളിൽ പോയപ്പോൾ നല്ല നല്ല അറ്റ്മോസ്ഫിയർ നമ്മൾ ആസ്വദിച്ചു, നല്ല നല്ല ഫുഡ് നമ്മൾ കഴിച്ചു, അവൻ ഇല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ആസ്വദിച്ചു. പക്ഷേ എപ്പോഴും മനസ്സിനകത്ത് പറയും, അവൻ എനിക്ക് വീട്ടിൽ ചെല്ലണം, എനിക്ക് വീട്ടിൽ ചെല്ലണം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് കൂടി ആഹാരം കഴിയും, എനിക്ക് അവിടെ ഒന്ന് കിടന്നുറങ്ങണം. കാരണം വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, കംഫോർട്ട് ചെയ്യുന്നതാണ്. ദാവീദും ഇവിടെ ഒരു യുദ്ധത്തിന് പോയിട്ട് 3-ാം ദിവസം സിക്ലാഗിലെത്തുകയാണ്. എത്രാമത്തെ ദിവസമാണ്? 3-ാമത്തെ ദിവസം. അപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് 3 ദിവസമായി. ഹല്ലേലൂയ. യുദ്ധമൊക്കെ ചെയ്ത് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ജയത്തോടെ വരികയാ. അവൻ ഈ ജയത്തോടെ വരുമ്പോ ക്ഷീണമൊന്നും ഓർക്കത്തില്ല കേട്ടോ. ചില ശുശ്രൂഷകളൊക്കെ ചെയ്ത് ക്ഷീണം ഉണ്ടായിരിക്കും, പക്ഷേ നമുക്കതൊന്നും തോന്നത്തില്ല. കാരണം ദൈവവചനത്തിന് പ്രകാശനമൊക്കെ ലഭിച്ച് നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചാൽ നമുക്ക് പിന്നെ ക്ഷീണമൊന്നും തോന്നത്തില്ല. അപ്പൊ 3-ാം ദിവസം ദാവീദും കൂട്ടരും സിക്ലാഗിലെത്തിയപ്പോൾ എന്താ കണ്ടത്? ഹല്ലേലൂയ. സിക്ലാഗിലെത്തിയപ്പോൾ ഒന്ന് വായിച്ചേ. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശം സിക്ലാഗ് ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. കണ്ടോ? ഹല്ലേലൂയ. ദാവീദ് ഇവിടെ മറ്റൊരു യുദ്ധം ചെയ്ത് ജയിച്ചാ വരുന്നേ. പക്ഷേ സിക്ലാഗിൽ എത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സിക്ലാഗും അമാലിയക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അപ്പൊ എന്താ? തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോ ഇവിടെ ഇപ്പോഴും നമ്മുടെയൊക്കെ കാര്യങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാ. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ ഹല്ലേലൂയ ഉപവാസം നടക്കുകയാണെങ്കിൽ ഒരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായി ആരാധനയ്ക്കൊക്കെ ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് എതിർമണ്ഡലം രൂപപ്പെടുന്നത്. അവിടെയാണ് ഫൈറ്റിംഗ് ഉള്ളത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഹല്ലേലൂയ, അവിടെയെങ്കിലും ഇരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇതേ തന്നെ നിലനിൽക്കായിരുന്നു. പക്ഷെ നിങ്ങൾ ജയിക്കേണ്ടത് എവിടെയാണെന്നറിയാം? ഈ സിക്ലാഗിനെ ജയിക്കണം. ഹല്ലേലൂയ. ഇവിടുത്തെ അനുഭവത്തെ ഒന്ന് തിരിച്ചു പിടിക്കാൻ കഴിയണം. സൂം മീറ്റിംഗ് ഓഫ് ചെയ്യുന്നത് വരെ അല്ല ഈ സമാധാനം നിൽക്കേണ്ടത്. സൂം മീറ്റിംഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഓൺലൈൻ മീറ്റിംഗ് ആകട്ടെ, ഓഫ്ലൈൻ മീറ്റിംഗ് ആകട്ടെ, അതെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ജയം ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അപ്പോ സിക്ലാഗിൽ വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അടുത്തത് അവിടെയുള്ള വലിയവരെയും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. അപ്പൊ എന്തൊക്കെ അവിടെ സംഭവിച്ചു? സ്ത്രീകളെയും ആരൊക്കെയാ? സ്ത്രീകളെയും പുത്രിപുത്രന്മാരെയും വലിയവര് ചെറിയവരുമായ സ്ത്രീകൾ, അതിൻ്റെ അകത്ത് ചെറിയവരും ഉണ്ട് വലിയവരും ഉണ്ട്. ഹല്ലേലൂയ. അവരെ പിടിച്ചുകൊണ്ടുപോയി തന്റെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ലല്ലോ. അതിന്റെ അർത്ഥം ചാൻസ് ഉണ്ടെന്നാ. ഹല്ലേലൂയ. നമ്മൾ മരിച്ചില്ലല്ലോ, ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. ഹല്ലേലൂയ. ദേവകി മരിച്ചില്ലല്ലോ, ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവാത്മാവ് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു, കർത്താവ് എനിക്കൊന്നിനും കഴിവില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, റെയ്നാൾഡ് മരിച്ചുപോയ റെയ്നാൾഡ് ബോങ്കേക്കാളും നല്ലതാന്ന് ജീവിച്ചിരിക്കുന്ന ശ്രീജാന്ന്. എനിക്ക് അന്നേരം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. റെയ്നാൾഡ് ബോങ്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ ഓർത്തിട്ട് എനിക്കാണെങ്കിൽ ടെൻഷനായി. കർത്താവേ, എന്നിട്ട് എനിക്ക് ഒരറ്റത്ത് പോലും ഒന്നിലേക്ക് എനിക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പരാതി പറഞ്ഞപ്പോൾ കർത്താവ് പറയണി, മരിച്ചുപോയ റെയ്നാൾഡ് ബോങ്കേക്കാളും നല്ലതാ ജീവിച്ചിരിക്കുന്ന ശ്രീജ എന്ന്. കാരണം റെയ്നാൾഡ് ബോങ്കയ്ക്ക് ചാൻസ് തീർന്നു, പക്ഷെ ശ്രീജയ്ക്ക് ചാൻസ് ദൈവം ഇട്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. കേറി വരാത്ത ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാ. പക്ഷേ ഹല്ലേലൂയ, അതേ ലോകം അതേ ചാൻസ് റെയ്നാൾഡ് ബോങ്കെ ആയതുകൊണ്ട് 24 മണിക്കൂറിന് 35 മണിക്കൂറിനൊന്നും ദൈവം കൊടുത്തില്ല. കറക്റ്റ് 24 കൊടുത്തുള്ളൂ. 24 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇനി അമേരിക്കയിൽ ജീവിച്ചാലും ശരി, ഇന്ത്യയിലെ ഈ ഇടുക്കിയിൽ ഒരു കോണി ജീവിച്ചാലും അവർക്കെല്ലാം ദൈവം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന 24 മണിക്കൂറാ. നരേന്ദ്രമോദിക്ക് ഒരുപാട് കാര്യം ചെയ്യാറുണ്ട്, പക്ഷെ 24 മണിക്കൂറേ ഉള്ളൂ. ശ്രീജയ്ക്ക് ഒന്നും ചെയ്യാനില്ല, പക്ഷെ 24 മണിക്കൂറുണ്ട്. ഞാൻ പ്രസവിച്ച കുഞ്ഞു ഹല്ലേലൂയ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ട് എനിക്ക്. അവനും 24 മണിക്കൂർ ദൈവം കൊടുത്തേക്കുക. ആർക്കും ദൈവം കുറച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ. വലിയവർക്കും ചെറിയവർക്കും എല്ലാം ദൈവം ഒരുപോലെ കൊടുത്തേ. അതെങ്ങനെ യൂസ്ഫുൾ ആക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം. ഇവിടെ സിക്ലാഗിലേക്ക് ദാവീദ് വരികയാ. ഹല്ലേലൂയ. അവിടെ തീ വെച്ച് ചുട്ട് കളഞ്ഞിരിക്കുന്നത് കണ്ടു. ചെറിയവരും വലിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തന്നെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ഈ കൊല്ലാതെ നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം അടുത്ത പദ്ധതിക്കകത്ത് നിന്നെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാ. നിന്റെ ജീവനെ ദൈവം ശേഷിപ്പിച്ചെങ്കിൽ ദൈവാത്മ പറയും, അടുത്ത പദ്ധതിക്കകത്ത് നീ ഉണ്ട്. ജോളി ബേബി. ദൈവാത്മ പറയാ, രോഗം വന്നിട്ടും നിനക്കൊന്നും സംഭവിക്കും
സംഭവിക്കാതിരുന്നതിന്റെ കാരണമില്ലേ? അവൻ അടുത്ത പദ്ധതിക്കകത്ത് നീ ഉള്ളത് കൊണ്ട് അടുത്തൊരു അവൻ ഹലരു ഷിഫ്റ്റിനകത്ത് നീ ഉണ്ടെന്ന് അവൻ ദൈവാത്മ ബോധ്യം തരികയാ. എന്ന് പറയുന്ന ദൈവദാസനെ ആത്മാ പറയുക, അവൻ അടുത്തൊരു തലത്തെ കാണിച്ചു തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ അവൻ നശിപ്പിച്ച് കളഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോഴും അവൻ ദൈവം പറയുക, ചില ശേഷിപ്പിനകത്തേക്ക് എനിക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അവൻ ചില ശേഷിപ്പിനകത്തേക്ക് കർത്താവ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാ. അവൻ ഇങ്ങനെയാ പറയുന്നത്, വലിയവരെയും ചെറിയവരെയും അവൻ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയതല്ലായത് ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. ഇവിടെ എന്താ സംഭവിച്ചത്? ആമേൻ, ഭാര്യമാരെ കൊണ്ടുപോയി, മക്കളെ കൊണ്ടുപോയി. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ആമേൻ, ദാവീദ് കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ ദാവീദ് എന്താ ചെയ്യുന്നത്? ആമേൻ, യുദ്ധം ജയിച്ചു വന്ന ദാവീദ് ഇപ്പോൾ കരയുകയാ. സിക്ലാഗിലേക്ക് വന്നപ്പോ, സ്വന്തം ഭാര്യമാരുടെ അടുക്കലേക്ക് വന്നപ്പോ, സ്വന്തം മക്കളുടെ അടുക്കലേക്ക് വന്നപ്പോ, ആമേൻ, ഇന്നലെ വരെ യുദ്ധത്തിൽ ജയിച്ച ജയമേ ഒന്ന് ആഘോഷിക്കാൻ പറ്റുന്നില്ലെന്ന്. ഹല്ലേലൂയ. റൈറ്റിനി അറാബ ഖതുരിയ അർദ്ധന രഗദുരി രിഗരഗൽകസിയ ആമേൻ, രോണി ദൈവാത്മ പറയാ കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ശീലത്തിനകത്തേക്ക് ആമേൻ നാം പ്രാപിച്ചു വരുന്നത് ഒന്ന് ആഘോഷിക്കാൻ പറ്റാത്ത വിധത്തിൽ സാഹചര്യം വിപരീതമാകുമ്പോ ഓർക്കണമേ, ആമേൻ, നിനക്കൊരു യുദ്ധം ഇനി ശേഷിക്കുന്നുണ്ട്. ആമേൻ, യുദ്ധം ശേഷിക്കുന്നു എന്ന് പറയുമ്പോ ദുഃഖിക്കാനല്ല, ആമേൻ, മറിച്ച് ആമേൻ ചില അവകാശങ്ങളെ കയ്യിൽ തരാനാ. ഹല്ലേലൂയ. ചില അവകാശങ്ങളെ നീ നേടിയെടുക്കാൻ പോകുകയാണെന്ന് കർത്താവിനോട് പറയാൻ പറയുക. ലിറ്ററലി ഉള്ള ചില അവകാശങ്ങളും ആമേൻ ദൈവാത്മാവ് തരുന്ന ചില അവകാശങ്ങളും ആമേൻ നിനക്ക് വേണ്ടി ഉണ്ടെന്നും നീ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടതുണ്ടെന്നും ആത്മാവിടപെടുകയാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളും ആമേ കാര്യങ്ങൾക്കകത്ത് ദൈവത്തിന് വലിയ ഡെലിവറൻസ് പരിശുദ്ധം കൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. സ്വന്തമായതിനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവാത്മ പറയാ, അങ്ങനെ ലാൻഡ് സംബന്ധമായിട്ടുള്ള മേഖലകൾക്കകത്ത് ദൈവാത്മാവ് ഷിഫ്റ്റിംഗ് നൽകുന്നു. അവൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, അവൻ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവൻ ഇവിടെ എന്താ പറയുന്നതെന്നറിയാമോ? അവൻ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇപ്പൊ ദാവീദൊക്കെ എങ്ങനെയാ കരയുന്നത്? പതുക്കെയാണോ? ജയിച്ച ആളാന്ന്, യുദ്ധം ജയിച്ചിട്ട് വന്ന ആളാന്ന് ഓർക്കണം. ഇപ്പൊ കരയുന്നത് എങ്ങനെയാ? ഉറക്കെ കരഞ്ഞാ മറ്റുള്ളവർ കേൾക്കോ ഇല്ലയോ? ഉറക്കെ കരഞ്ഞാ മറ്റുള്ളവരെ കേൾക്കും. ഹല്ലേലൂയ. പതുക്കെയല്ല, ഉറക്കെ കരയുക. ആമേൻ. ഹല്ലേലൂയ. ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തെ അഹീനോവം, കർമ്മക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഹല്ലേലൂയ. ഭാര്യമാരെ തനിക്ക് നഷ്ടമാകുന്നു. എങ്ങനെയാണെന്നറിയാമോ? അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. ഹല്ലേലൂയ. അവിടെ അടിമത്ത മേഖലകൾക്കകത്ത് കൊണ്ടുവന്നിടുകയാ. ഹല്ലേലൂയ. ദാവീദിന്റെ ആള് ശരിക്കും അടിമയാണോ ചെയ്യണ്ടേ? അല്ല. രാജാവായിരിക്കുന്ന ദാവീദിന്റെ ആളുകൾ എങ്ങനെ നിൽക്കണം? രാജകീയ പദവിക്കകത്ത്. പക്ഷെ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ചിലരെന്താ അടിമകളെ പോലെ നിൽക്കുകയാണ്. ചിലർക്ക് രാജകീയ പദവിയുണ്ട്, പക്ഷേ നമ്മുടെ കുടുംബത്തിനകത്തോ കുലത്തിനകത്തോ നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ അടിമത്ത മേഖല പിടിച്ചെടുത്തിട്ട് ആ നിലകളിൽ നിർത്തുന്നവരുണ്ട്. ഇപ്പൊ ഒരു വീട്ടിൽ നല്ല പ്രാർത്ഥനക്കാരി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ പ്രാർത്ഥനയെ അലക്ഷ്യമാക്കി കളയുന്ന, പ്രാർത്ഥനയ്ക്ക് വല്ല ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു വീട്ടിലെ കാര്യം ഞാൻ പറയുന്നേ. ഹല്ലേലൂയ. ഒരു വീട്ടിൽ നന്നായിട്ട് ഉപവസിക്കുന്നവരുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ ഉപവാസമൊന്നും അത്രയേറെ ഇഷ്ടമില്ലാത്ത ആളുകൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എതിർമണ്ഡലം ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഇന്നും അങ്ങനെ തന്നെയാ സംഭവിക്കുന്നത്. ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഭർത്താവിന് അത്ര പ്രാർത്ഥന ഇല്ലായിരിക്കും. ഭർത്താവ് നല്ല പ്രാർത്ഥനക്കാരനും ആണെങ്കിൽ ഭാര്യമാർക്ക് അത്രത്തോളം നിൽക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടാകുന്ന വീടുകളുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാം? ദാവീദിന് ഒപ്പം നിൽക്കേണ്ടുന്ന അവന്റെ ഭാര്യമാരെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഒരു കുലത്തിന്റെ അകത്ത് തന്നെ, ഒരു വീട്ടിൽ തന്നെ രാജാവും അടിമകളും. അതെങ്ങനെ ശരിയാകും?
ഹല്ലേലൂയ. അങ്ങനെ വിപരീത ദിശയിൽ നടക്കുന്ന കുടുംബങ്ങൾ ഇതിനകത്തുണ്ടെന്ന് ആത്മാവെന്നോട് വളരെ വ്യക്തമായിട്ട് പറയുക. ജോളിയാറ്റി പ്രാർത്ഥിച്ചോ? ചില അടിമത്ത മേഖല ദൈവം പൊട്ടിച്ചു കളയുകയാണ്. ചിലരുടെ മേൽ ദുഷ്ടനിട്ടിരിക്കുന്ന അടിമത്ത ചെങ്ങല ദൈവം പൊടിച്ചു മാറ്റുകയോ. ചില അടിമത്ത മേഖലകളെ ദൈവം പൊളിച്ചു മാറ്റുകയോ. ചില കുടുംബത്തിനകത്ത് നിന്ന് അങ്ങനെയുള്ള ചില സ്വാധീനങ്ങൾ ദൈവാത്മ വെട്ടിമാറ്റുകയോ. സിബി ദൈവദാസിയെ പ്രാർത്ഥിച്ചോ? അടിമത്ത മേഖലകൾക്കകത്ത് ചിലരെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെയുള്ള വ്യാപാരങ്ങളെ ദൈവാത്മ എടുത്തു മാറ്റുകയോ. പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. അടിമത്ത മേഖലകൾ നിന്റെ ഭവനത്തെ വിട്ട് ഓടി മാറുകയോ, കുഞ്ഞുങ്ങളെ വിട്ട് ഓടി മാറുകയോ, നിന്റെ ജീവിത സാഹചര്യത്തെ വിട്ട് ദൈവാത്മാവിനെ പറിച്ചു മാറ്റുകയോ. ദാവീദിന്റെ വീട്ടിൽ തന്നെ ഇപ്പോ രണ്ട് കാര്യം സംഭവിക്കുക. ഒന്ന്, ദാവീദ് രാജാവാണ്, പദവിയുണ്ട്, സൈന്യമുണ്ട്, രഥമുണ്ട്, കുതിരയുണ്ട്, അല്ലെങ്കിൽ ബലമെല്ലാം ഉണ്ട്. പക്ഷെ അപ്പോ തന്നെ ഹല്ലേലൂയ ഭാര്യമാർ അടിമയാന്ന് പോവാന്ന്. മക്കളും ഭാര്യമാരും പോയ പിന്നെ എന്തിനാ അല്ലേ? നമ്മളും പറയുന്നില്ലേ മക്കള് പോയ പിന്നെ എന്തിനാ ഞാൻ ശുശ്രൂഷിക്കുന്നത്? ഞാൻ എന്തിനാ പിന്നെ നിൽക്കുന്നേ? ഹല്ലേലൂയ. ഇവിടെ രണ്ട് മേഖല പിശാച് കൊണ്ടുവന്നിടുകയാണ്. ഒന്ന്, രാജാവിന്റെ പദവി നിൽക്കുമ്പോൾ തന്നെ ഭാര്യമാരെ അടിമകളാക്കി കൊണ്ടുപോകുന്നു. അതെങ്ങനെ സഹിക്കാൻ പറ്റും? അതുകൊണ്ടാ ദാവീദ് ഉറക്കെ ബലമില്ലാതാകുവോളം കരഞ്ഞ. നമുക്ക് അങ്ങനെയൊന്ന് കരയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയൊന്ന് ദൈവത്തോട് അങ്ങനെ ഉറക്കെ കരയണ്ട. ഞാൻ അതിന്റെ ഭാഗം ഞാൻ പറയാം. ഹല്ലേലൂയ. 6-ാം വാക്യം ദാവീദ് ഒന്ന് വായിച്ചേ. ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കെറുവിച്ചിരിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. വളരെ ഗൗരവത്തോടെ അപ്പോൾ തന്നെ ചിരിച്ച മുഖത്തോടെ ഇതിനെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകണം. കാരണം ഇതൊരു അസാധാരണ ദൂതാണ്. നിങ്ങളെ വിടുവിക്കുന്ന ദൂതാണ്. നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൂതാണ്. ഹല്ലേലൂയ. സാലിയാന്റി പ്രാർത്ഥിച്ചോ? ചില അടിമത്ത മേഖലകളെ ദൈവാത്മാവ് എടുത്തു മാറ്റിയിട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുകയാ. ഇങ്ങനെ പറയുന്നത് ദാവീദ് വലിയ കഷ്ടത്തിലായി. അപ്പോ ദാവീദ് വലിയതെന്ന് പറയണമെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ, അത് നിസ്സാരമായിരിക്കോ? ഹല്ലേലൂയ. ദാവീദ് തന്നെ പറയുക, ദാവീദ് വലിയ കഷ്ടത്തിലായി. അവനേക്കാൾ വലിയൊരു കഷ്ടം. നമ്മൾ പറയത്തില്ലേ, കർത്താവേ ഇതെന്നേക്കാൾ വലിയൊരു പ്രശ്നമാ നിൽക്കുന്നേ. അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും ഒക്കെ? ഇതെന്നാ വലിയ പ്രശ്നമാ, ഇങ്ങനെ ഉണ്ടോ പ്രശ്നം? ആരെങ്കിലുമൊക്കെ പറയാറുണ്ടോ? ഇതെന്ത് വലിയ പ്രശ്നമാ? അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് ഇതിങ്ങനെയൊന്നും യാതൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പോലെയാ തോന്നുന്നത്. ഹല്ലേലൂയ. ദാവീദോ വലിയ കഷ്ടത്തിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം. ഒന്ന് വായിച്ചേ. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. നിങ്ങൾക്കതൊരു ബോധ്യം വരാം. ഓക്കെ, മതി. ഞാൻ നിങ്ങൾക്കൊരു ബോധ്യം വരാൻ വേണ്ടി ഇത് വായിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിൽ ഒരാൾ വായിക്കുമ്പോൾ ഞാൻ തന്നെ വായിച്ചാ ഞാൻ തന്നെ ഇത് ധ്യാനിക്കാറേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വായിച്ചാൽ അതെന്നെ ഒന്ന് അറിയണമല്ലോ എന്നെങ്കിലും നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ടാ അപ്പൊ ഇങ്ങനെ പറയുന്നത്, ഓരോരുത്തരും ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട്. ഇപ്പം അവരുടെ വ്യസനം എന്താണ്? താന്താന്റെ പുത്രന്മാർ. വേറൊരു പുത്രന്മാരെ കുറിച്ച് ചിന്തയില്ല. ഹല്ലേലൂയ. ആമേൻ. വേറൊരു പുത്രിമാരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഭയങ്കര കഷ്ടമാണ്. ഹല്ലേലൂയ. ദാവീദ് വലിയ കഷ്ടത്തിലായെന്നാ പറയുന്നേ. ആമേൻ. ഓരോരുത്തന്റെ ഹൃദയം. ദാവീദിന്റെ ഹൃദയം മാത്രമാണെങ്കിൽ സഹിക്കായിരുന്നു. ബാക്കിയുള്ളവർ പറയുക, സാരമില്ല രാജാവേ, ഞങ്ങളെല്ലാം കൂടി ഉണ്ടല്ലോ, സാരമില്ല, നമുക്കത് നാളെ തിരിച്ചു പിടിക്കാം. പക്ഷെ ഇവിടെ ഒരു ഒറ്റ എണ്ണത്തിന് വെറുതെ വിടാതെ എല്ലാവരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെ കുറിച്ചും പുത്രിമാരെ കുറിച്ചും വ്യസനിച്ചിരിക്കൊണ്ട്. അപ്പൊ ഇപ്പോഴത്തെ വ്യസനം എന്താ? നമ്മുടെയും പ്രാർത്ഥന അങ്ങനെയല്ലേ? കുഞ്ഞുങ്ങളുടെ മാനസാന്തരം. ആമേൻ. ഹല്ലേലൂയ. ഭർത്താവിന്റെ മാനസാന്തരം, വിടുതല്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിടുതല്. ആ കുഞ്ഞുങ്ങളുടെ വിഷയമൊക്കെ ഇപ്പൊ ഒത്തിരി ഉള്ളൂ. ഹല്ലേലൂയ. കാരണം അവരെ പൈശാചികം ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പറയുന്ന ഓരോരുത്തരും പുത്രിമാരെ കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണം. അപ്പം ആരുടെയൊക്കെ ഹൃദയമാ? ദാവീദിന്റെ ഹൃദയമുണ്ട്. പിന്നെ ഓരോ ജനത്തിന്റെയും, മനസ്സിലായില്ല കാര്യം? ഓരോ ജനത്തിന്റെയും ഹൃദയം ഇപ്പൊ എന്താണ്? താന്താന്റെ പുത്രിമാരെ കുറിച്ചും വ്യസനിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരൊറ്റ ദുഃഖം അല്ലേ? എല്ലാവരും ദുഃഖം ഒന്നല്ലേ?
ഹല്ലേലൂയ. എല്ലാവരുടെയും ദുഃഖം ഒന്നാണ്. ഹല്ലേലൂയ. താന്റെ ആമേൻ പുത്രന്മാരെ കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവരെ കല്ലെറിയണം. ഹല്ലേലൂയ. അതെന്താ അവരെ കല്ലെറിയണം എന്ന് പറയാത്തെ? ഹല്ലേലൂയ. ജനമെല്ലാം പറയാണ് അവനെ കല്ലെറിയണം. അപ്പൊ ഫോക്കസ് ചെയ്തത് ആരെയാ? ദാവീദിന്റെ കൂടെയുള്ളവരാണോ? കൂടെയുള്ളവരെ അല്ലെന്ന്. ഹല്ലേലൂയ. മെയിൻ ആയിട്ട് നിന്ന് ദാവീദിനെയാ ഫോക്കസ് ചെയ്യുന്നേ. ഹല്ലേലൂയ. ചില വിഷയം ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ഏറ് വരുന്നുണ്ട്. രഹബോത്ത് ആന്റി, ഹല്ലേലൂയ, ലിസി ആന്റി, ഫോക്കസ് ചെയ്ത ചില ഏറുണ്ട്. പക്ഷേ അത് നമ്മൾ ഉയർത്തുന്ന ഏറ് അസാരമില്ല. ഹല്ലേലൂയ. ദൈവം വെളിയിൽ കൊണ്ടുവരും. ശക്തമായി ദൈവം മാനിക്കും. അസാധാരണ യോഗങ്ങളെ കർത്താവ് കൈമാറും. അടുത്ത ആത്മമണ്ഡലത്തിലെ റലങ്ങളെ ദൈവം ഓപ്പണാക്കി കാണിക്കും. അതിനകത്തൊരു പുറപ്പാട്, അതിനകത്തൊരു ചലനം, അതിനകത്തൊരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ആത്മാവ് ചെയ്യാൻ വേണ്ടി പോകുകയാ. ഒരുപാട് എതിർമണ്ഡലങ്ങൾ രൂപപ്പെടുമ്പോൾ ഇട്ടിട്ട് പോകരുത്. അവൻ വിഷൻ മാറ്റിക്കളയരുത്. അവൻ ആത്മാവ് ജാഗരിച്ചോണം. അടുത്തൊരു റലം ദൈവം ഓപ്പണാക്കി തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയാ ഓരോരുത്തരുടെയും പുത്രിമാരെ കുറിച്ച് അവൻ വ്യസനിച്ചിരിക്കുമ്പോൾ ജനം പറയാ അവൻ നമുക്ക് അവനെ കല്ലെറിയണം. അവരെ കല്ലെറിയണം എന്നല്ല, ജനത്തെ എല്ലാരും കല്ലെറിയണം എന്നല്ല, അവനെ അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. അവനെ കല്ലെറിയണമെന്ന് ജനമെല്ലാം പറയുകയാണ്. അപ്പൊ ദാവീദോ തന്റെ ദൈവമായി യഹോവ ധൈര്യപ്പെട്ടു. അതെന്താ ഈ ദാവീദിന് മാത്രം കല്ലേറ്? ഹല്ലേലൂയ. ഒന്ന് പറയാമോ? അതിന്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള വിഷയമുണ്ട്. അതേ നാണയത്തെ പിശാച് തിരിച്ചു പിടിക്കുന്നതാ. ഹല്ലേലൂയ. ഒന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ വിഷയത്തെ തന്നെ തിരിച്ചറിയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദാവീദല്ലേ 5 കല്ലെടുത്തേ അല്ലേ? ദാവീദല്ലേ ഫെലിസ്തീന്? ദാവീദിനൊന്ന് വാളെടുത്തായിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞായിരുന്നു, ഇവിടെയും പറഞ്ഞായിരുന്നു നമുക്ക് അവനെതിരെ വാളെടുക്കാന്ന്. ഇവിടെ വാളല്ല, പറയാ അവനെ നമുക്ക് കല്ലെറിഞ്ഞ വാളില്ലേ അവരുടെ കയ്യില്? ഹല്ലേലൂയ. വാളെടുത്താൽ പറ്റത്തില്ല. ദാവീദ് കല്ലെറിഞ്ഞാണ് ആ ദുഷ്ടനെ ജയിച്ചത്, ഇല്ലെങ്കിൽ ഫെലിസ്തീൻ മല്ലനെ ജയിച്ചത്. അതുകൊണ്ട് അതേ നാണയത്തിൽ തന്നെ നമ്മളെ തോപ്പിക്കാൻ, ഇല്ലെങ്കിൽ അതേ ആയുധം കൊണ്ട് തന്നെ നമ്മളെ തോപ്പിക്കാൻ പിശാച് ചാർജ് ചെയ്യുന്ന പദ്ധതിയുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ജയിക്കാൻ വേണ്ടി പോകുകയാ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവനെ കല്ലെറിയണം. കാരണം ദാവീദ് 5 കല്ലെടുത്ത് യുദ്ധം ചെയ്ത്, ഇല്ലെങ്കിൽ ആ ഒരു കല്ലിനെ തൊടുത്തു വിട്ടപ്പോ അവൻ വളരെ കാല ഭീഷണിയോടെ നിന്ന ഫെലിസ്ത്യ മല്ലനാ താഴെ വീണത്. അത് ജനമെല്ലാം കണ്ടതാ. അതുകൊണ്ട് ഇപ്പൊ ദാവീദിന് ഒരു കഷ്ടം വന്നപ്പോ അവൻ ഹല്ലേലൂയ അവര് വിചാരിക്കുക ഇവനെയും എന്ത് ചെയ്യാ ഈ കല്ലുകൊണ്ട് തകർത്ത് കളയണമെന്ന്. പക്ഷേ ദാവീദോ തന്റെ ദൈവമായി യഹോവയിൽ ധൈര്യപ്പെട്ടു. അവൻ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദാവീദ് അഹിമേലെക്കിന്റെ മകനായ അബിയാഥാർ പുരോഹിതനോട് 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യം 30-ന്റെ എന്നാറെ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളുമെന്ന് അരുളപ്പാടുണ്ടായി. സകലം വീണ്ടും കൊള്ളുമെന്ന് അരുളപ്പാടുണ്ടായി. ഹല്ലേലൂയ. സന്തോഷമായോ? ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നോ? നിങ്ങൾ തീർച്ചയായിട്ടും എത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥന നിർത്തരുത് കേട്ടോ. അഭിഷിക്തദാസനെ അമേഷിതൻ, ഹല്ലേലൂയ, ദൈവദാസനെ പ്രാർത്ഥന നിർത്തരുത്. ചിലത് തിരികെ പിടിക്കാൻ അവൻ ദൈവാത്മാവ് ഒരു അവസരം തരികയാ. പ്രാർത്ഥന നിർത്തരുത്. മടുത്തു പോകരുത്. പ്രാർത്ഥിച്ചു മടുക്കരുതേ, ഉപവസിച്ചു മടുക്കരുതേ. അവൻ ഹല്ലേലൂയ അവൻ ദൈവാത്മാ പറയാ ചിലതിനെ അവൻ ദൈവം അടക്കി തരാൻ വേണ്ടി പോകുക. വത്സലാന്റി അവൻ ചിലതിനെ ദൈവം അടക്കി തരും. അർത്ഥനാരകതിരികരക അമ്മണി പൗലോസ് തിരിച്ച് അവൻ ദൈവം ചിലതിനെ മടക്കി തരും. അർത്ഥാരകരം ദൂരം തരും. അർത്ഥവനക ദൂര തരക 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 അർത്ഥനെ രകതുര രകതിരികരക ജെസ്സി മാത്യു ദൈവാത്മ പറയാ ചിലതിനെ ദൈവം മടക്കി അവൻ കൂടാരത്തിനകത്ത് എത്തിക്കും. അവൻ ഇവിടെ പറയുക ചിലതിനെ ദൈവം കൂടാരത്തിനകത്തേക്ക് എത്തിക്കും കേട്ടോ. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അസാധാരണമായ ഒരു ഡെലിവറൻസ് തലമുറകളുമേ സ്വർഗം ഇന്ന് രാത്രി ചെയ്യുകയാ. തലമുറകളുടെ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് ദൈവം പറയും ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ചില തലമുറകളെ ഭവനത്തിനകത്തേക്ക് ദൈവം തിരികെ
തിരിച്ച് അവൻ വരുത്താൻ വേണ്ടി പോകുക. റൈറ്റിലെ രഗത്തിരി അർത്ഥന തിരിജനകൾക്കസിയ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ദൈവാത്മാവ് ഈ ദിവസങ്ങൾക്കകത്തു തന്നെ ഒരു പരിഹാരം തരാൻ വേണ്ടി പോകുകയാണെന്ന് ആത്മാവിടപെടുകയാ. റൈറ്റിരി റാബ കഥുനാദിയാരം റൈറ്റിയ അവൻ ഇങ്ങനെ പറയുകയാ. അപ്പൊ ദാവീദ് യഹോവയെ ധൈര്യപ്പെട്ടെന്ന് 6-ാമത്തെ വാക്യത്തിലുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദാവീദ് യഹോവയോട്. അപ്പൊ ധൈര്യപ്പെട്ട് കഴിഞ്ഞപ്പോ യഹോവയോട് സംസാരിക്കാൻ ദാവീദിന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വചനത്തിൽ ധൈര്യപ്പെട്ടാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. മെറീന മാജോ ഹല്ലേലൂയ. വചനത്തിൽ ധൈര്യപ്പെട്ടോ? വചനത്തിൽ ധൈര്യപ്പെട്ടാൽ നമുക്ക് കർത്താവിനോട് സംസാരിക്കാൻ പറ്റും. ഹല്ലേലൂയ. വചനത്തിൽ ധൈര്യപ്പെടാതിരുന്നാൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഉലച്ചിലുകൾ ഉണ്ടാകും. അപ്പൊ വചനത്തിൽ ധൈര്യപ്പെട്ടാൽ നമുക്ക് ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഇവിടെ 8-ാമത്തെ വാക്യം ദാവീദ് യഹോവയോട്. അപ്പൊ ധൈര്യപ്പെട്ട് കഴിഞ്ഞപ്പോ ദാവീദ് യഹോവയോട് പറയുകയാണ്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഹല്ലേലൂയ. ചോദ്യം ചോദിക്കുന്ന കണ്ടോ കർത്താവിനോട്? ഹല്ലേലൂയ. ഒരു മനുഷ്യനോട് ഒരു അമ്മയപ്പനോട് ചോദിക്കുന്ന പോലെ ചോദ്യമല്ലേ ചോദിക്കുന്നത്? അമ്മ ഞാൻ അവിടെ വരെ പോകട്ടെ, എനിക്ക് പോണോ? ഞാൻ പോണോ? ഞാനത് ചെയ്യണോ? ഹല്ലേലൂയ. അങ്ങനെ യഹോവയോട് ധൈര്യപ്പെട്ട് കഴിഞ്ഞപ്പോ യഹോവയോട് ദാവീദ് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഹല്ലേലൂയ. അവരെ എത്തിപ്പിടിക്കുമോ? ഹല്ലേലൂയ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. എന്ന് ആരോടാ ചോദിച്ചേ? ദൈവത്തോട് ചോദിക്കുകയാണ്. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഞാൻ എത്തിപ്പിടിക്കുമോ? ഹല്ലേലൂയ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് എന്താ പറഞ്ഞേ? ഹല്ലേലൂയ പിന്തുടരുക. നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. ഹല്ലേലൂയ. എന്താ ദാവീദിനോട് റിപ്ലൈ ഉണ്ടായത്? നീ പിന്തുടർന്നോ? ഹല്ലേലൂയ. ഒരു കാര്യം ദൈവത്തിനോട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ദൈവം പറയും, നീ ചെയ്തോളൂ, നീ ചെയ്തോ. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. അത് നിശ്ചയമാണ്. നിന്റെ റിസൾട്ട് നിശ്ചയമാണ്. ഹല്ലേലൂയ. നീ ഫോക്കസ് ചെയ്യുന്ന വിഷയത്തിന്റെ മറുപടി നിശ്ചയമാണ്. നീ ഫോക്കസ് ചെയ്ത ഹല്ലേലൂയ ചോദ്യത്തിന് മറുപടി നിശ്ചയമാണ്. അതുകൊണ്ട് പറയാ, നീ നിശ്ചയമായിട്ട് അവരെ എത്തിപ്പിടിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, സകലവും വീണ്ടുകൊള്ളുമെന്ന് അരുളപ്പാടുണ്ടായി. സകലവും. ഹല്ലേലൂയ. അപ്പൊ എന്തൊക്കെ അപഹരിക്കപ്പെട്ടോ അതെല്ലാം തിരിച്ചു പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലതും വീണ്ടുകൊള്ളുമെന്ന് അരുളപ്പാടുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് 18-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അതും കൂടെ ഒന്ന് വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഹല്ലേലൂയ. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. ദാവീദെല്ലാം മടക്കി കൊണ്ടുപോന്നു. ഞാൻ ഈ പരീക്ഷയെ പിന്തുടരുമോ? ഞാൻ എത്തിപ്പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുക. കർത്താവ് പറഞ്ഞു, നീ പിന്തുടരുക. നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. നീ സകലതും വീണ്ടുകൊള്ളും എന്നെല്ലാം അരുളപ്പാടുണ്ടായിട്ട് ഹല്ലേലൂയ അവൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു യാത്ര വീണ്ടും ചെയ്യുക. ഒരു നിയോഗത്തോടു കൂടിയുള്ള യാത്ര. 2025 ദൈവാത്മാ പറയുന്നു, നിയോഗത്തിലേക്ക് ചിലരെ ദൈവം കൊണ്ടുപോകുക. എന്തിനു വേണ്ടിയാണെന്നറിയാം? താൻ തന്റെ പുത്രന്മാരെ തിരിച്ചു പിടിക്കാൻ, താൻ തന്റെ പുത്രിമാരെ തിരിച്ചു പിടിക്കാൻ, താൻ തന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ തിരിച്ചു പിടിക്കാൻ. ഹല്ലേലൂയ. അപഹരിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞ സകലത്തെയും തിരിച്ചു പിടിക്കാൻ ഒരു പുറപ്പാട് ദൈവം കൽപ്പിച്ചാക്കുകയാണ്. ഹല്ലേലൂയ. സകലതും തിരിച്ചു പിടിക്കാൻ വേണ്ടി പോകുക. 18-ാം വാക്യത്തിനകത്ത് വായിക്കുമ്പോ പറയുക, അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. എല്ലാം വീണ്ടും കൊണ്ടു. എന്നിട്ട് പറയുക, തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതാകട്ടെ വലുതാകട്ടെ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. എല്ലാം തിരിച്ചു കിട്ടി. എല്ലാം തിരിച്ചു കിട്ടി. അതുകൊണ്ടാ ഒന്നിനെ കൊല്ലാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാ ഒന്നിനെ കൊന്നുകളയാൻ കഴിയാതിരുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നു, പുത്രിമാരോ കൊള്ളയോ ഒന്നും യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. അങ്ങനാണെങ്കിൽ സ്വന്തം ഭവനത്തിനു വേണ്ടി ഒരു യുദ്ധം ചെയ്യാൻ നമ്മൾ റെഡിയാണോ? സ്വന്തം ഭവനത്തിന് വേണ്ടി ഒന്ന് യുദ്ധം ചെയ്യാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കാൻ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒന്ന് യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കാൻ, നമ്മുടെ സ്വന്തം ദൈവസഭയ്ക്ക് വേണ്ടി ഒന്ന് യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കാൻ, നമ്മുടെ ദേശത്തിന് വേണ്ടി ഒന്ന് യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കാൻ എത്ര പേർ ഇന്ന് രാത്രി റെഡിയാണ്? ദൈവം പറയാ, എല്ലാം വീണ്ടുകൊള്ളും. ഹല്ലേലൂയ. ഒന്നും കിട്ടാതിരുന്നില്ല. ഒന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആൻസി ജാക്കബ് ആന്റി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചിലതെല്ലാം മടക്കി
മടങ്ങി കൊണ്ടുപോരുന്ന രീതിയിൽ, മടക്കി കൊണ്ടുപോരുന്ന രീതിയിൽ ഒന്ന് ശേഷിപ്പായിട്ട് വേറൊരു സ്ഥലത്ത് കിടക്കത്തില്ല കേട്ടോ. ഒന്നും വേറൊരു സ്ഥലത്ത് അവിടെ ഇവിടെയായി പോകത്തില്ല. എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവരാൻ ദൈവാത്മാവ് ഒരു അസ്വാദന അനോയിന്റിങ് ഇട്ടിട്ടുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദാവീദ് എല്ലാം ഉദ്ധരിച്ചെന്ന് പറഞ്ഞ് ഒന്നും കിട്ടാതിരുന്നില്ലെന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് ചിലത് മടക്കി തരും. സോണി ദൈവാത്മാ പറയാ അവിടെ ഇവിടങ്ങളെയും അവിടെ ഇവിടങ്ങളിൽ ചെതറിച്ച് ചില അനുഭവങ്ങളെ നന്മകളെയും വിടാനല്ല ആൻസിരേക്കബിനോടും അങ്ങനെ തന്നെ ഒരു ദൂതകർത്താവ് കൈമാറുന്നത്. അവിടെ ഇവിടെയും നിന്റെ സമ്പത്തോ നിന്റെ നന്മയോ നിന്റെ ഹല്ലേലൂയ മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഇവിടെയായി പോകാനല്ല, ഒരുമിച്ച് ചേർത്ത് പിടിക്കാനുള്ള ഒരു അന്തരീക്ഷത്തെ ദൈവാത്മാവ് കൽപ്പിക്കാൻ വേണ്ടി പോകുക. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നത് പോലെ, എല്ലാം തിരികെ പിടിച്ചതുപോലെ യുദ്ധം ചെയ്യാൻ വീണ്ടും ഒരു ധൈര്യം ദാവീദിന് കൊടുക്കുക. ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. ആദ്യം പറയുന്നു മഹാകഷ്ടത്തിലായെന്ന്, പിന്നീട് പറയുന്നു ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടെന്ന്, പിന്നീട് പറയുന്നു ദാവീദ് പുറപ്പെടാൻ തയ്യാറായെന്ന്, പിന്നീട് പറയുക ദാവീദെല്ലാം മടക്കി കൊണ്ടുവന്നെന്ന്. ഹല്ലേലൂയ. ഇതെല്ലാം നിലവിളിച്ച ഭക്തന് വേണ്ടി കർത്താവ് ചെയ്തതാ. ഉറക്കെ നിലവിളിക്കുന്ന അനുഭവം ഉണ്ട് ദാവീദിന്. മഹാകഷ്ടത്തിലായ അനുഭവം ദാവീദിനുണ്ടായി. ഹല്ലേലൂയ. ശക്തി പോയ നിമിഷങ്ങൾ ദാവീദിനുണ്ടായി. പക്ഷെ പിന്നീട് എല്ലാം മടക്കി കൊണ്ടുപോകുന്നത് പോലെ ഇന്ന് രാത്രി ചിലത് സ്വർഗം നമ്മുടെ ലൈഫിനകത്ത് ചെയ്യുകയാ, നമ്മുടെ കൂടാരത്തിനകത്ത് ചെയ്യുകയാ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുത്തേ. ആത്മാവിൽ ഒരു നിമിഷം സമർപ്പിച്ചേ. ദൈവം അടുത്ത ഒരു തലത്തിലേക്ക് നമ്മളെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുക. അസാധാരണമായ ദൈവിക വെളിപ്പാടിലേക്ക് ദൈവം മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുക. അസാധാരണ ദൈവികമായ ലക്ഷ്യത്തിലേക്ക് ആത്മാവ് നമ്മെ ചാലിപ്പിക്കാൻ വേണ്ടി പോകുക. അർത്ഥരാരകതിരി സിബി സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് പറയുക അസാധാരണമായ ചില മേഖലകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അധികാരം ദൈവം നിന്റെ മേൽ കൽപ്പിച്ചിരിക്കുക. നിന്റെ പ്രാർത്ഥന കുറയ്ക്കരുത്, നിന്റെ ആരാധന കുറയ്ക്കരുത്. അതിന് പിശാചിന് ഭയമാ. നീ പ്രാർത്ഥനയ്ക്കകത്ത് മുട്ടുമടക്കുമ്പോൾ അദൃശ്യമണ്ഡലത്തിൽ പൈശാചികൻ ഭയപ്പെടുന്നു. അർത്ഥരം ദുരകത്തുനി അർദ്ധനാദിനി ജനക നിന്നെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ലെന്ന് ആത്മാവിടപെടുക. പിടിച്ചു കെട്ടാൻ ശകാരം ശകാരം പറയുന്നത് പോലെ വാക്കുകളെ കൊണ്ട് നിന്നെ ബന്ധിക്കാൻ നോക്കുന്ന ആധിപത്യങ്ങളുണ്ട്. നീ നന്നായി പ്രാർത്ഥിച്ചോ. ദൈവാത്മാ പറയാ വാക്കുകൊണ്ട് നിന്നെ ലോക്ക് ചെയ്യാൻ നോക്കുന്ന ചില ശൈത്യകൾ, ചില എതിർമണ്ഡലങ്ങൾ, ഭവനത്തിനകത്തുനിന്ന് തന്നെ ഉയരുന്ന ചില വെല്ലുവിളികൾ. ഭവനത്തിനകത്തും തന്നെ ഉയരുന്ന ചില വെല്ലുവിളികൾ നീ ആത്മാവിൽ പ്രാർത്ഥിച്ച് ബ്ലോക്ക് ചെയ്യാൻ ദൈവാത്മാവ് ഇടപെടുക. വാക്കുകൊണ്ട് ശകാരം കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയുന്നു. ശകാരം കൊണ്ട് നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന അന്തരീക്ഷം. ദൈവാത്മാവ് എടുത്തു മാറ്റുകേട്ടോ. ശകാരം കൊണ്ട് ഭീഷണി വാക്കുപയോഗിച്ചൊക്കെ നിന്നെ ഒതുക്കാൻ നോക്കുന്ന വ്യാപാരത്തെ ദൈവാത്മാവ് എടുത്തു മാറ്റുകയോ. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയും ആരാധിച്ചോ മകളെ. ഹല്ലേലൂയ. നിന്റെ ആരാധനയെ പിശാചിന് പേടിയോ. ഇനിയും ചില നന്മകൾ ഞാൻ നിനക്ക് കൈമാറുമെന്ന് ആത്മാവിനോട് പറയാൻ പറയുക. അർദ്ധരം ദൂരമനം തുരകത്തുരി അർദ്ധരാതിരി ജനക. വല്ലോരുടെ കയ്യിൽ നിന്റെ സമ്പത്തിരിക്കാനല്ല, സ്വർഗം പറയുക നിന്റെ കയ്യിൽ തന്നെ തിരികെ ഏൽപ്പിക്കുന്ന ഒരാത്മമണ്ഡലം ഇന്ന് രാത്രി സജീവമാണ്. തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക. ദൈവാത്മ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലതിനെ തിരിച്ചു പിടിക്കാൻ ആത്മാവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാ. ചിലതിന് വിട്ടുകൊടുക്കരുത്, പിശാചിന് വിട്ടുകൊടുക്കരുത്. ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങനെ ചെയ്യണോ എന്നൊന്നും വിചാരിക്കുന്ന ഒരു ഡൗട്ടും വേണ്ട. ആത്മാവ് തരുന്നത് യോഗത്തിനൊത്തവണ്ണം പുറപ്പെട്ടോ. ഈ പുറപ്പാട് വെറുതെ ആകത്തില്ല, ഈ പുറപ്പാട് വെറുതെ ആകത്തില്ല. ചിലതിന് വീണ്ടും കൊണ്ടിട്ട് മാത്രമേ ഭവന അന്തരീക്ഷത്തിനകത്ത് പ്രവേശിക്കത്തുള്ളൂ. ആ നിലകളിൽ ദൈവാത്മാവ് ചില കാര്യങ്ങൾ മടക്കി തരാൻ വേണ്ടി പോകുക. നഷ്ടപ്പെട്ട ആരോഗ്യം, നഷ്ടപ്പെട്ട ഫലം, നഷ്ടപ്പെട്ട ഹല്ലേലൂയ ജീവിതത്തിലെ ചില ഏരിയകളെ, ചില സമ്മത്സരങ്ങളെ ദൈവം തിരികെ തരും. ആ പ്രായത്തിൽ ഞാൻ ചെയ്തതുപോലെ എനിക്കിന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കരുത്. ആത്മാവ് ചില സമ്മത്സരങ്ങളെ തിരികെ തരികയോ.
Aragala Haragadiri Rigagal Gadiara Turiarthana Ardana Right Yasateria Argatiri Arbadanigal Cassia Rightly Rabrakaitidia Satania Ardana Ame Mini Jaka Prati Sagato Ame Deva Tiriga Tiriga Tari Vivadana Tiri Adigaratin Agatun Novanda and Atma will Kalpikinada Ivadanam Deva Nekunda Parai Pitsangil Adini Artham Adina Madaki Konduvarano authority Adina Madaki Konduvarano Krumi Deva Namada Kaimaram and Adini Artham Ame Sopi Joy Pratiso Ame the Sariratin Agatunina Anarogatin Rogatin Saitigal Amen Urigi Marugaya Tera Ardamanaga Tiraga the Abavi Pratiso Amen in the Sarir of Rogatin I told Allah Ragadiriga Angana Barayan Baria Amen Roga Saitigal a Kilpadutanokina Amen Hallelujah Roga Saitigal Kilpadutanokana Andirishate Amen Devakma Varaya Pratani Roda Tiriga Pidiso Amen Hallelujah Deva Marogita Tiriga Terigia Deva Marogita Tiriga Terigia Ayusina Tiriga Terigia Yes Vidam Namati a Sarira the Utakana Sagala Poride then Atma be breaking. Yes, Udara Samanamai Rogam. Yes, with a Nama Tiripo, Urigi Marada, Aradiriga Artana Rigaragalgasia, Adu Shaigana, Ragadiriga, Roga Saiti, Urigi Marada, Ragadiriga, Asad and a deliver and Sipol and a Samavigala. Arkemene Halbraini Artena, Artere Regadurigagalgasi Artene, Amdaram Turamanam Turagatiri Artanadiri, Amen in the Pavanatinagata, Amen in the Sariratinagata, or the divine health, Ipo Deva Mama, activated Epigia, activated Egia, or the divine health, or the divine health. Right in la Rabaka to the Arthana, Duramanagati, Arogamanda Pratiso, I mean, I said a vendor the Varela Pratiso, it did not a capisadi or at a bear on the Gondala, Adutori Baturika to the Ghana, I mean, Hallelujah of an Agro and Aduganda, but I mean, Sorgamari Aduta Baturika to the yonder, Hallelujah, Aduganda in a Kondagayadi. Amen. Ammani Paulos Pratiso. Hallelujah. Chila Rogangala Devatma Vedu Matum. Arthini Regadiria. Padi Arogaveni Killalo and the Varaya Talani Kerala. Regadiriga. Padi Belamani Killa the Varayada. Amen. Devatma Chila Yerigal Kagata. Asadan Maya. Amen. Hallelujah. Belote Kaima Rugayana. On the Godi and the Bratik and the Yaraike. On the Godi and the Bratise. Hallelujah. Arke Mene Hate Regana. Artera Regadiriga Galgasi Hardera. Amderam Turabanam Turagatini Arthene. Artera Dirigalgasi. Artha Manaturi Arthena, Artere Regasi Artere, Arcatili Arthena, Arte Manaturi Artere, Ame Yansi Jacob, Devatma Marinato, Ame Sina the Vendini, Divinil Kandurangiko, Alleluia, Sina the Matini on the Ninalmani, Ame Sina Deva Probatical Atma, which say to one day, Ame Hallelujah, Ame Nina Divinil Kan Kandaban and Atma Venu Parayan Paria, Ame Sina the Matiti, Eniki Padini Abisulana Parayada, Ame Hallelujah, Ame Devatma with responsibility, they were well picky. Hallelujah. Idivin Ilkanavar Korasad and a protection they were to you. Abraham Idivin in the Lotina Bamanativendi. I mean Abraham Barino. I mean Amba the Veronicin and Asubiko Illa. I mean Patu Amanapada Pata Hallelujah in a Koranavarani Vanatu Baraya. Orale won't like it in Asubikimo. Kartavarnu Illa and Asubikatilang and Anangil Kulativendi Atmava Parino Devadasie. Nindamero Ratigaro Niogo they will to the Netunda. Prati to the Langiko. I mean Silereke. I mean Tirichuarium. Hallelujah. Deivathinte കൃപയിലേക്ക് തിരിച്ചു വരും. ആമേൻ. ദൈവാത്മാവിന്റെ ജ്ഞാനത്തിലേക്ക് അവർ തിരിച്ചു വരും. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷ ആമേൻ ദൈവാത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ആത്മാവിനോട് പറയാൻ പറയുക. റൈറ്റിലി റൈറ്റിയ സെറ്റ് അർദ്ധരഗതിരി ദിഗരഗൽഗസിയ. എന്റെ വീടിനകത്ത് തന്നെ ചില പ്രവൃത്തികൾ ആമേൻ ദൈവത്തിന് ചെയ്യാനുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. നിന്റെ സഹോദരന്മാർ അർദ്ധരഗത്തിനി അർദ്ധനാദിരി ജനഗൽഗസിയ അന്തര ജൂരഗത്തിരി അർദ്ധരാദിരി ജനഗൽഗസിയ. എന്റെ സഹോദരന്മാർക്ക് ആമേൻ ദൈവം നിന്നിലൂടെയുള്ള ആമേൻ പ്രവൃത്തിയെ അവർ കാണാൻ വേണ്ടി പോകുക. അർദ്ധരഗത്തുനി അർദ്ധനാദിരി ജനഗൽഗസിയ. ചില ശൂന്യമായ അന്തരീക്ഷങ്ങളെ സ്വർഗം പണിയാൻ വേണ്ടി പോകുക. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. അർദ്ധരഗതിരി ദിഗരഗൽഗസിയ. ശൂന്യമായി കിടക്കുന്ന ചില അടിസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കുമെന്ന് പറഞ്ഞതുപോലെ ആമേൻ ചില ദൈവപ്രവൃത്തികൾ ശേഷിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു തുടങ്ങാൻ ദൈവാത്മാവ് ഇടപെടുക. ആമേൻ. രാജേഷ് വേരി എന്ന് പറയുന്ന ആമേൻ ഡിവൈസിലുള്ള കർത്താവിന്റെ ദാസിയോട് ദൈവം പറയുക, ഇടിവിൽ നിന്നോ മകളെ ആത്മാ പറയുക, ചില കാര്യങ്ങൾ പഴയ നാടുകൾ നീ ചെയ്ത ചില ശുശ്രൂഷകൾ ആമേൻ നീ ചെയ്ത ചില ഉടമ്പടികൾ ഇനി ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. ആമേൻ ചെയ്തു വന്ന ചില ഉടമ്പടികൾക്കകത്തേക്ക് തിരിച്ചു കയറാൻ ആമേൻ ദൈവാത്മാവ് പറയുക.
അവൻ ഉടമ്പടിക്കകത്തേക്ക് തിരിച്ചു കയറുമ്പോൾ ഒരു അധികാരവും കർത്താവ് കൈമാറും കേട്ടോ. ഉടമ്പടിക്കകത്തേക്ക് തിരിച്ചു കയറിയാൽ ഒരു വലിയ ജയമുണ്ടാകാൻ വേണ്ടി പോകുക. ഭവനത്തിനകത്ത് ഇന്ന് വരെ ആസ്വദിക്കാത്ത ഒരു ജയം കർത്താവ് തരാൻ വേണ്ടി പോകുക. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അർത്തേരെ ബ്രൈറ്റിയ സേറ്റേലെ ബ്രൈറ്റിയ സേറ്റേ അർത്തേ ഖരാദിയ റബ്രൈറ്റിയ സേറ്റേ റിയാർഖരാദിയ. അവൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. രഹോബോത്ത് അവൻ ദൈവദാസിയെ കർത്താവ് പറയുക, ചിലതിനെയൊക്കെ വീണ്ടും കൊള്ളാൻ ദൈവം ഒരു ആലോചന തരും കേട്ടോ. ആ സമയത്ത് പുറപ്പെട്ടോണം. അവൻ ദൈവാത്മാവ് ഹല്ലേലൂയ അവൻ ഒരു ദേശത്തെ ഫോക്കസ് ചെയ്ത് അവൻ ദൈവാത്മാവ് ഹല്ലേലൂയ ചില വിഷൻസ് അവൻ പരിശുദ്ധമാവ് തരുമെന്നും അതിനകത്ത് മൂവ് ചെയ്യണമെന്നും പരിശുദ്ധമാവ് ഇടപെടുക. യെസ് ലോർഡ്. സംഭവിക്കണം. അവൻ ചില ദേശങ്ങളെ അവൻ വാഴുന്ന ചില ശക്തികളെ തോൽപ്പിച്ച് ചിലരെ പിടിച്ചു കൊണ്ടുവരുന്ന ആത്മമണ്ഡലം ഇന്ന് രാത്രി സജീവമാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല രാജാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അപ്പന് നന്ദി പറഞ്ഞ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം കേൾപ്പിച്ച എല്ലാ ദൈവിക ശബ്ദത്തിനായി സ്തോത്രം. അപ്പാ ഞങ്ങൾക്ക് ആത്മാവിൽ ഒന്നുകൂടി യുദ്ധം ചെയ്യാൻ, ഒന്നുകൂടി ഒന്ന് എഴുന്നേൽക്കാൻ ആത്മാവെ നീ ഞങ്ങളെ ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. ദൈവകൃപ കൊണ്ട് ആത്മാവിനെ ഞങ്ങളുടെ അരമുറുക്കേണ്ടതിനാൽ പിതാവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും ഒരു എഴുന്നേൽപ്പിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവെ ആമേൻ. ഓപ്പൺ ആയിട്ടുള്ള ചില ഏരിയകളെ ദൈവാത്മാവ് ഞങ്ങൾക്ക് തുറന്നു തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ശത്രു അടച്ചു വെച്ചതിനെ ഒന്ന് റീഓപ്പൺ ചെയ്യേണ്ടതിന് ദൈവാത്മാവ് അസാധനമായി വെളിപ്പാടിനെ നൽകുന്നതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പൈശാചകൻ അടച്ചു കളഞ്ഞ വഴിയെ വീണ്ടും വന്ന് തുറന്നെടുക്കാൻ ഒരു രഹോബോത്തിനെ പോലെ സ്വന്തമായി അവകാശത്തിനകത്തേക്ക് ഈ ജനം തിരികെ കയറട്ടെ. ഹല്ലേലൂയ. സ്വന്തമായ അവകാശങ്ങളെ മുഴുവനായി സ്വീകരിക്കാൻ പിതാവെ അങ്ങ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തിയാട്ടെ. കടന്നു വന്ന എല്ലാ ദൈവജനത്തിന്റെ മേലും അവൻ ഈ വചനത്തെ ഞങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ.